RSS പറയുന്നത് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ മതത്തിൽ വിശ്വസിച്ചോ, പക്ഷേ നിങ്ങളെ ഫസ്റ്റ് പ്രയോറിറ്റി ഇന്ത്യ ആയിരിക്കണം. അത് സാധാരണക്കാരായ ക്രിസ്ത്യാനിക്ക് മുസ്ലിമിന് ഇത് തന്നെയാണ് പ്രയോറിറ്റി. ഓക്കെ. ഇപ്പോൾ സിറിയൻ ക്രിസ്ത്യൻസിന് ഇത് തന്നെയാണ് പ്രയോറിറ്റി. ഈ ഇവാഞ്ചലിസ്റ്റുകൾക്കും ഈ മുസ്ലിം സമുദായത്തിലെ വോട്ട് കച്ചവടക്കാർക്കും ഈ പറയുന്ന കള്ള പുരോഹിതന്മാർക്കാണ് ഈ പ്രശ്നം. അവർക്കൊരു സ്പേസ് കൊടുക്കുമ്പോൾ അവർ മോഡീനെ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഇവിടേക്കാണ് ഒരു പ്രശ്നം. മോഡീനെ അവരെല്ലാവരും അംഗീകരിക്കുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥാനം കൊടുക്കുന്നു. എന്നാൽ മുസ്ലിങ്ങൾക്ക് മോഡീനെ ഇഷ്ടമല്ല. ഈ ഗുജറാത്ത് കലാപത്തെ പറ്റി അവരറിയിട്ടാണ്. മോഡിയുടെ നിലപാട് സത്യത്തിൽ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവിടെ ഈ അമേരിക്കൻ ഫണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾക്കാണ്. അതാണ് പ്രശ്നം. ഓക്കെ. ഇത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുസ്ലിം കുറേ മുസ്ലിം സാധനങ്ങളെ വാടകയ്ക്ക് എടുത്തോ അല്ലെങ്കിൽ ഇൻ്റലക്ച്വലി ഹൈജാക്ക് ചെയ്തോ ഈ പറയിപ്പിക്കുന്നത്. മോഡീനെ സംരക്ഷിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മോഡിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ ഒടുക്കത്തെ വർഗീയ കലാപം ഉണ്ടാകും, ആരെങ്കിലും പിടിച്ചാൽ കിട്ടില്ല. 2, മോഡിക്ക് എന്താ സംഭവിച്ചാൽ മോഡീനെ പോലത്തെ നേതാവിന് അടുത്ത കാലത്തും കിട്ടാൻ സാധ്യതയില്ല. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ നിരീക്ഷകരെയും പണ്ഡിതരെയും ഒക്കെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബീഹാർ തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയമാണ് NDA നേടിയത്. പക്ഷേ അതിന് സമാന്തരമായി ചില നീക്കങ്ങളല്ല, വലിയ നീക്കങ്ങളും ഗൂഢാലോചനയും നടക്കുന്നോ എന്ന സംശയമാണിപ്പോൾ ഉയരുന്നത്. എന്തെന്നാൽ ഇന്ത്യ ഭരിക്കുന്ന സർക്കാർ, ആ സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടി ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് കനത്ത വെല്ലുവിളിയായി ഉയർന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഗൂഢ നീക്കങ്ങൾക്ക് പിന്നിലുള്ള ചേതോവിഹാരം എന്നുള്ളതാണ് ഒരു നിരീക്ഷണം വരുന്നത്. ഇതിൻ്റെ വ്യത്യസ്ത തലങ്ങളാണെന്ന് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ബീഹാർ തെരഞ്ഞെടുപ്പിൽ എല്ലാ പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് NDA വിജയം നേടിയത് BJP മുന്നോട്ട് പോകുന്നത്. അതായത് അതിനു മുൻപ് വരെ പറഞ്ഞിരുന്നത് ബീഹാർ തിരഞ്ഞെടുപ്പ് നിർണായകമാണ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളുടെയൊക്കെ തന്നെ ഏറ്റവും വലിയൊരു സൂചകമായിരിക്കും അതിൻ്റെ റിസൾട്ട്. വലിയ വെല്ലുവിളി നേരിടുകയാണ് മോദിയും BJPയും NDAയും. ഇങ്ങനെയുള്ള വലിയ വിലയിരുത്തലുകളുണ്ടായിരുന്നു. പക്ഷേ ആ വിലയിരുത്തലുകളൊക്കെ തന്നെ അപ്രസക്തമാക്കിക്കൊണ്ട് ഉജ്ജ്വല വിജയം നേടി. ഓക്കെ. പക്ഷേ അതിന് ശേഷം അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപും അതിന് ശേഷവുമൊക്കെയായി തന്നെ നമ്മുടെ രാജ്യത്തിന് എതിരെയുള്ള നീക്കങ്ങളും ശക്തമായി എന്നാണോ നമ്മൾ സംശയിക്കേണ്ടത്? ഒന്ന്, അത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നടന്ന ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്കടുത്ത് നടന്ന സ്ഫോടനം, രാജ്യത്തിന് അകത്ത് പല ഭാഗത്തും ഇത്തരത്തിലുള്ള സ്ലീപ്പിംഗ് സെല്ലുകളുണ്ട് എന്നുള്ള നിരീക്ഷണങ്ങൾ, ഇൻ്റലിജൻസ് റിപ്പോർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. ഇതിനിടയിൽ തേജസ് വിമാനം അപ്രതീക്ഷിതമായി തകർന്നു വീഴുന്നു. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതോ ഇത് വെറും സംശയം മാത്രമാണ്? ഇന്ത്യ ഈസ് ആക്ച്വലി സറൗണ്ടഡ് ബൈ റിംഗ് ഓഫ് ഫയർ. നമ്മൾ റിംഗ് ഓഫ് ഫയറിൻ്റെ ഉള്ളിലാണ്. ഇതിന് മുമ്പ് നമ്മളിങ്ങനെ റിംഗ് ഓഫ് ഫയറിൻ്റെ ഉള്ളിൽ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ്. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യ അണുപരീക്ഷണം നടത്തുന്നു, മിസൈൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നു. വലിയ രീതിയിൽ ഇന്ത്യ ഒരു ഇൻഡിപെൻഡൻസ് ഷോ ചെയ്യുന്നത് ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ്. മാത്രമല്ല ആ സമയത്ത് നമ്മൾ സോവിയറ്റ് റഷ്യയോട് കൂടുതൽ അടുക്കുകയും ചെയ്തു. ടെക്നോളജി ട്രാൻസ്ഫർക്ക് അങ്ങനെയാണ് പോസിബിൾ ആയത്. ശരിക്കും ഇന്ന് കാണുന്ന ഈ ഡെവലപ്മെൻറ്റിന് നെഹ്റു അതിൻ്റെ ഒരു ടെക്നിക്കലായിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കി വെച്ചെങ്കിൽ ഇന്ദിരാഗാന്ധിയാണ് ബിൽഡ് ചെയ്തത്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം രാജീവ് ഗാന്ധി കുതിപ്പ് നൽകുകയും അതിനുശേഷം മോഡി അത് ഒരു ഡബിൾ ആയിട്ടുള്ളൊരു സ്പീഡിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതാണ് ഇന്ത്യയുടെ ഒരു ഗ്രോത്ത്. അപ്പോൾ രാജീവ് ഗാന്ധി ഒരു റിംഗ് ഓഫ് ഫയറിൻ്റെ ഉള്ളിലായിരുന്നു, അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു. ഇന്ദിരാഗാന്ധി റിംഗ് ഓഫ് ഫയറിൻ്റെ ഉള്ളിലായിരുന്നു, കൊല ചെയ്യപ്പെട്ടു. രാജീവ് ഗാന്ധി വന്നപ്പോൾ അമേരിക്ക വിചാരിച്ചത് ഇനി അവരുടെ കൈ കിട്ടും, പയ്യനല്ലേ കൺട്രോൾ ചെയ്യാമെന്നായിരുന്നു. മോഡി വന്നപ്പോൾ അവർ വിചാരിച്ചത് വർഗീയവാദിയല്ലേ, അപ്പോൾ നമ്മളെ കൈ കിട്ടും, മുല്ലാവും വന്ന പോലെ കൺട്രോൾ ചെയ്യാന്നുള്ളതായിരുന്നു. മോഡീൻ്റെ RSSകാരുടെ ഉദ്ദേശം വേറെയാണല്ലോ. അമേരിക്കക്കാർക്ക് ഇവിടെയുള്ള മണ്ടന്മാർക്കും അല്ലേ ഇത് അറിയാതെ ഉള്ളൂ. ഇവിടെയുള്ള മീഡിയയിലുള്ള മണ്ടന്മാർക്കും ഇവിടെയുള്ള സെക്യുലർ പൊളിറ്റിക്സിൻ്റെ മണ്ടന്മാർക്ക് RSS എന്താണെന്ന് അറിയാതുള്ളൂ. അവരുടെ ഐഡിയ വേറെയാണ്. അവർ ഈ മുസ്ലിം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട്, അവർ ഈ മുസ്ലിം വിരോധം ക്രിസ്ത്യൻ വിരോധമൊക്കെ അവർ പറയുന്നത് 2 കാരണങ്ങളാണ്. ഒന്ന്, ഹിന്ദുക്കളെ ഒരുമിച്ച് നിർത്താൻ വല്ല വഴിയില്ല. ഇപ്പം നായന്മാരെ തീയന്മാരുടെ മാത്രമേ രാജ്യം ഉണ്ടാക്കി വിചാരിച്ചോ, അവർ ഉപജാതികൾ വന്ന് ഒരു തല്ലുണ്ടാകും. തീയന്മാരാണ് 4 ഇല്ലങ്ങൾ, ഇഴവന്മാർക്ക് 4 ഇല്ലങ്ങളാണല്ലോ. മലബാറിൽ തീയന്മാരാണെങ്കിൽ വൈശ്യത്തീയനും കുടകൾ തീയനും 2 തീയന്മാർ, ഇവരത് വന്ന അടിയിലുണ്ടാകും. നായന്മാരാണ് 110 ജാതിയുണ്ട്, ഉപജാതികൾ, അവരത് വന്ന് തല്ലുണ്ടാകും. അപ്പോൾ ഇതാണ് ഹിന്ദുമതത്തിൻ്റെ ഒരു ഇൻഹറൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഇതിനൊന്നിപ്പിക്കാൻ ഇപ്പോൾ ഒരു പൊതുശത്വനെ ഉയർത്തി കാണിക്കാനേ പറ്റുള്ളൂ. ഒന്നാമത്തെ അതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ സെമറ്റിക് മതങ്ങൾ, മുസ്ലിം ക്രിസ്ത്യൻ മതങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ ഒരു മതപരമായ കൂറ് പലപ്പോഴും ഇന്ത്യക്ക് പുറത്താണ്. കാരണം അവരുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഇന്ത്യയുടെ പുറത്താണ്. അപ്പം അവർ കൾച്ചറലി ഇന്ത്യക്കാരാണെങ്കിൽ പോലും ഈ ഒരു പ്രശ്നമുണ്ട്. അത് ചെറുതായിട്ടൊന്ന് മാറ്റണം.
അതിനൊരു വോയിസ് കൊടുത്തണം. അതിപ്പോൾ മാറിയിട്ടുണ്ട്. ക്രിസ്ത്യൻസ് ഭയങ്കരമായിട്ട് മാറി, എസ്പെഷ്യലി നമ്മളെ ട്രഡീഷണൽ ക്രിസ്ത്യൻസ്. മറ്റൊരു ഇവാഞ്ചലിസ്റ്റുകൾക്ക് പ്രശ്നമുണ്ട്. അതുപോലെ മുസ്ലിംസിനും ഒരു വിഭാഗത്തിന് ഇപ്പോൾ വലിയ പിന്നെ എന്താണ് മാറ്റമുണ്ട്. അതായത് ഞാൻ ചോദിക്കുന്നത്, അത്തരത്തിലുള്ള ആ ടീമുകൾക്ക് എത്ര വളർന്നാലും എത്ര വ്യാപിച്ചാലും ഇന്ത്യ എന്ന ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബലമില്ല എന്നുള്ളതാണോ? അതെ പ്രശ്നം. അത് എല്ലാവർക്കും ഇല്ല. അതിൻ്റെ സാധാരണക്കാർക്കൊക്കെ ഉണ്ട്. ഇത് ഈ പറയുന്ന മതനേതൃത്വം പറഞ്ഞത് കേട്ട് കിടക്കുന്ന ആളുകൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിങ്ങൾ നോക്കിയാൽ മതി. തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് നിംസ് ഗ്രൂപ്പ്. അതിൻ്റെ ആ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര ഭാരതീയരാണ്. നിങ്ങൾ നിംസിൻ്റെ ക്യാമ്പസ് പോയി കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഫോട്ടോ എനിക്ക് ആദ്യം കാണുമ്പോൾ ദേഷ്യം പിടിക്കായിരുന്നു. കാരണം ഞാൻ ഭയങ്കര മോഡി വിരുദ്ധനായിരുന്നല്ലോ. അപ്പോൾ നിംസിൽ ഞാൻ ആദ്യം പോകുന്ന സമയത്ത് 2016 മോഡിയുടെ വലിയ ചിത്രങ്ങൾ എനിക്ക് ഭ്രാന്തെടുക്കുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി അവർ ചെയ്തത് ശരിയാണെന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ മോഡി എന്നുള്ള വ്യക്തിയല്ല, ഇന്ത്യ ആണ് പ്രധാനം. ഇന്ത്യ പ്രധാനമന്ത്രി മോഡി ആകുമ്പോൾ അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള മുസ്ലിങ്ങളുണ്ട്, പലരും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇസ്ലാമിൻ്റെ ഒരു വോയിസ് ആയിട്ട് നമുക്ക് ആ രീതിയിലുള്ള മുസ്ലിമാണ്, ദേശീയ വികാരമുള്ളത്. പക്ഷേ ഇസ്ലാമിൻ്റെ വോയിസ് ആയിട്ട് പുറത്തുനിന്ന് വരാതെ സൗണ്ട് അല്ലല്ലോ. ഈ ലോകത്തെ പറ്റി അറിഞ്ഞുകൂടാത്ത കുറേ പണ്ഡിതന്മാരെന്ന് പറഞ്ഞ് നടക്കുന്നവന്മാരും ഈ സമുദായത്തെ വിറ്റ് കാശാക്കുന്ന കുറച്ച് രാഷ്ട്രീയ കച്ചവടക്കാരുടേതാണ്. അപ്പോൾ അവർ ജനങ്ങളുടെ ഉള്ളിലുള്ള ഈ വികാരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരാണ്. ഞാൻ പറയുന്നത് മുസ്ലിങ്ങൾ മാതൃകയാക്കേണ്ടത് മമ്മൂക്കാനെ പോലെ അല്ലെങ്കിൽ ഈ പറയുന്ന നിംസിൻ്റെ മലയാളിനെ പോലെ ഒക്കെയുള്ള ആളുകളെയാണ്. ഇവൻ ഫസൽ ഗഫൂറിനെ RSS വളരെ തെറ്റിദ്ധരിച്ചൊരു മനുഷ്യനാണ്. മൂപ്പര് സംഘടന നേതാവായതുകൊണ്ട് വേദി പോയി പ്രസംഗിക്കും. മൂപ്പരിനെ ഈ കാപ്പട്ടിയില്ലല്ലോ, പറയാനുള്ള ഒന്നങ്ങ് പറയും, മൂപ്പർക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെയാണ് ശരിക്കും മാതൃകയാക്കേണ്ടതും പ്രൊമോട്ട് ചെയ്യേണ്ടത്. അത് ശരിക്കും സാധാരണ മുസ്ലിങ്ങളെ മനസ്സും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ സാധാരണ മുസ്ലിങ്ങളെ വൻതോതിൽ ഈ പറയുന്ന പോലെ വിവരമില്ലാത്തവന്മാർ ഹിഡൻ അജണ്ട വെച്ച് കിടക്കുന്നത് സ്വാധീനിക്കുന്നുണ്ട്. പക്ഷേ RSSകാരുടെ ഈ അജണ്ടയുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടാൽ മതി. മോഡി അധികാരത്തിൽ വന്നതോട് കൂടിയിട്ടാണ് അതുവരെ ദേശീയ പതാക ഉയർത്താത്ത പലരും ദേശീയ പതാക ഉയർത്തുന്നു, ജനഗണമന പാടുന്നു, ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നു. അത് RSSൻ്റെ വിജയമാണ്. RSSനെതിരാണ് അവർ ചെയ്യുന്ന പോലെ അതിൻ്റെ വിജയമാണ്. അപ്പം നമ്മൾ അതിനെ RSSനെ ഭയങ്കരമായിട്ട് ഇവിടെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അതായത് ദേ ഹാവ് ഒരു വളരെ ദീർഘവീക്ഷണമുള്ള ഒരു പ്ലാൻ അവരുടെ മനസ്സിലുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച്, അല്ലേ? രാജ്യത്തിന് പ്രഥമ പരിഗണന നൽകി രാജ്യത്തെ ഏറ്റവും ഉന്നതിയിലെത്തിക്കുക, അങ്ങനെയാണോ? ഒന്നത്. രണ്ട്, നമുക്കൊരു സൈസബിൾ മൈനോറിറ്റി ഉണ്ട്. ഈ മൈനോറിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇവരുടെ വിശുദ്ധ കേന്ദ്രങ്ങൾ വലുതും ഇന്ത്യക്ക് പുറത്താണ്. അവരുടെ ഫസ്റ്റ് കമ്മിറ്റ്മെൻറ്റ് അതിനോടാണ്. RSS പറയുന്നത് വെച്ചാൽ നിങ്ങളെ മതത്തിൽ വിശ്വസിച്ചോ, പക്ഷേ നിങ്ങളെ ഫസ്റ്റ് പ്രയോറിറ്റി ഇന്ത്യ ആയിരിക്കണം. അത് സാധാരണക്കാരായ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഇത് തന്നെയാണ് പ്രയോറിറ്റി. ഇപ്പോൾ സിറിയൻ ക്രിസ്ത്യൻസിനും ഇത് തന്നെയാണ് പ്രയോറിറ്റി. ഈ ഇവാഞ്ചലിസ്റ്റുകൾക്കും ഈ മുസ്ലിം സമുദായത്തിലെ വോട്ട് കച്ചവടക്കാർക്കും ഈ പറയുന്ന കള്ളപുരോഹിതന്മാർക്കുമാണ് ഈ പ്രശ്നം. അവിടെയാണ് ഈ പ്രോബ്ലം കിടക്കുന്നത്. അവിടെയാണ്. അപ്പോൾ അത് കേരളം എന്ന് മാത്രമല്ല ഇന്ത്യ ആകെ ആ ഒരു കാര്യം ആപ്ലിക്കബിൾ ആണെന്ന് തോന്നുന്നു, അല്ലേ? അത് ഉണ്ട്. ഇന്ത്യ ഇപ്പോൾ പക്ഷേ മാറ്റം വന്നു. അത് ഞാൻ പറഞ്ഞു, RSSൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് വെച്ചാൽ ഇവിടെയുള്ള മൈനോറിറ്റീസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷക്കാരൻ ഏറ്റവും കൂടുതൽ സംസാരിക്കും ഭരണഘടനയെ പറ്റിയാണ്. അതുവരെ ദേശീയ പതാക ഉയർത്താത്തവന്മാർ ഇപ്പോൾ ഉയർത്തി തുടങ്ങി. ഇതൊക്കെ തന്നെ RSSൻ്റെ വിജയമാണ്. ഇതിന് ഇത്ര കാലം മറ്റുള്ള കോൺഗ്രസ്സുകാർ മര്യാദയ്ക്ക് പറഞ്ഞു നോക്കിയാണ്, കേട്ടില്ല. ഇപ്പോൾ ആരും പറയാതെ തന്നെ ചെയ്തു തുടങ്ങി. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ അമേരിക്ക വിചാരിച്ചത് വെച്ചാൽ RSSനൊരു താലിബാനെ കൈകാര്യം ചെയ്യുന്ന പോലെ കൈകാര്യം ചെയ്യാമെന്ന് അവർ വിചാരിച്ചിരുന്നു. അവിടെയാണ് അവർക്ക് തെറ്റിപ്പോയത്. ഇവിടെ ഇടതുപക്ഷത്തിന് തെറ്റിപ്പോയത്. അവർ അമേരിക്കയുടെ സ്റ്റൂജാണ് RSS എന്നൊക്കെ പറയായിരുന്നു. RSS അവരെ ഫണ്ടൊക്കെ മേടിച്ചിട്ടുണ്ടാവും, CAAയുടെ മീറ്റിങ്ങിലും പങ്കെടുത്തിട്ടുണ്ടാവും. അവരെയും മഷീദ് പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ കാർണഗി ഫൗണ്ടേഷനിൽ നടന്ന മീറ്റിംഗ് ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ RSSകാരോട് ഒരു ഐഡിയ ഉണ്ട്, അവരതിനനുസരിച്ച് മുന്നോട്ട് പോകുള്ളൂ. ആ ഐഡിയ എന്ന് വെച്ചാൽ ഹിന്ദുക്കൾ ഒന്നിപ്പിക്കുക, ഇന്ത്യയെ ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റുക, മൈനോറിറ്റീനെല്ലാം ദേശീയ മുഖ്യധാരയുടെ ഭാഗമാക്കുക. ഇപ്പോഴത്തെ മൈനോറിറ്റീസ്, എസ്പെഷ്യലി മുസ്ലിം മൈനോറിറ്റി, ദേശീയ മുഖ്യധാരയുടെ ഭാഗമല്ല. അവർ ഓരം ചേർക്കപ്പെട്ട ഒരു വിഭാഗമാണ്. അവരെ വെച്ച് പലരും കളിക്കുകയാണ്. അത് മാറ്റി അവരെ ദേശീയ മുഖ്യധാരയുടെ ഭാഗമാക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു അജണ്ട. കാരണം അവർക്കറിയാം മൈനോറിറ്റീസിനെ അങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഹിന്ദുക്കളുടെ ട്രഡീഷൻ എല്ലാവരും ഉൾക്കൊണ്ട് പോകുന്നതാണ്. ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പുറത്ത് തമ്മിലടിച്ച് രണ്ടുപേരും ഓടിയിടുന്ന ഇന്ത്യയിലേക്കായിരുന്നു. അതുപോലെ ജൂതന്മാരെ ഈ റോമക്കാർ ഓടിച്ചപ്പോഴും ക്രിസ്ത്യാനികൾ ഓടിച്ചപ്പോൾ അവരോടി വന്ന് ഇന്ത്യയിലേക്കാണ്. ഞാനത് പറയാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അപ്പം നമ്മളെ സംബന്ധിച്ച് എല്ലാവരും ഉൾക്കൊണ്ട് പോകുക, അതിൽ പഠിക്കാനുള്ളത് പഠിക്കാം. നമ്മൾ കേരളത്തിലാണെങ്കിൽ നമ്മളെന്ത് ചെയ്ത് വൈശ്യന്മാരില്ലല്ലോ ഇവിടെ. ഹിന്ദുക്കൾ കടല് കടന്ന് പോകാനുള്ള പറ്റില്ല. അതുകൊണ്ട് ഇവിടെ വൈശ്യന്മാരുടെ ജോലി എടുത്ത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജൂതന്മാരുമായിരുന്നു. അതുപോലെ ഇൻലാൻഡ് ട്രേഡ് നടത്തിക്കൊണ്ട് ചെട്ടിയന്മാരും തീയന്മാരും ഈഴവന്മാരുമായിരുന്നു. അങ്ങനെയാണ് നമ്മളെ മറ്റേ 19ാം നൂറ്റാണ്ടിലെ അങ്ങനെ കണ്ടല്ലോ, വേലായുധ പണിക്കരൊക്കെ ഇവരായിരുന്നു.
തിരുവനന്തപുരത്ത് ആദ്യത്തെ കാറ് മേടിച്ച് എനിക്കൊന്ന് ഈഴവപ്പാണ്, ആലങ്കോട്ട് ഷാനാനാണ് ആദ്യം. പിന്നെ ഒന്ന് രാജാവിന് കൊടുത്തു. അപ്പം ഇവർ ഈ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ മറ്റ് സ്ഥലങ്ങളിലുള്ള അൺടച്ചബിൾസിൻ്റെ ഒരു പൊസിഷൻ ആയിരുന്നില്ല കേരളത്തിൽ ഈഴവന്മാർക്ക് ഉണ്ടായിരുന്നത്. ഈഴവന്മാർക്ക് കുറച്ചും ബെറ്റർ പൊസിഷനാണ്. കാരണം ഇവിടുത്തെ ഏതാണ്ട് ഒരു ലോക്കൽ വൈശ്യൻ്റെ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു അവർ. പ്രത്യേകിച്ച് ഞങ്ങളവിടെ വൈശ്യത്തീയന്മാർക്കൊക്കെ, സുധാകരനൊക്കെ വൈശ്യത്തീയനാന്ന് തോന്നുന്നു. അതുപോലെ ഉണ്ണിയാർച്ചനെ പോലെയൊക്കെയുള്ള ആളുകൾ ഒരു തീയന്മാരല്ലേ, വടക്കം പാട്ടുകൾ ഉണ്ണിയാർച്ച. അതുപോലെ നായന്മാരെന്ന് വെച്ചാൽ ഈ കാസ്റ്റ് സ്ട്രക്ചറിൽ നായന്മാരാണ്, പക്ഷേ ശൂദ്രന്മാരാണ്. പക്ഷേ കേരളത്തിലെ ഒരു പിന്നെ അൺഒഫീഷ്യലി നായന്മാർക്ക് ക്ഷത്രിയ സ്റ്റാറ്റസാണ് ആര് കൊടുത്തിരുന്നത്? ഇവിടെ ബ്രാഹ്മൺസ് കൊടുത്തിരുന്നത്. കേരളത്തിലെ 2 രാജവംശങ്ങൾ വെച്ച്, എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു പൂഞ്ഞാറിലെയും ഏതോ 2 രാജവംശങ്ങൾ വെച്ച് ബാക്കിയെല്ലാം തിരുവിതാംകൂർ രാജവംശവും സാമൂതിരി എല്ലാം നായന്മാരായിരുന്നു. അവർ പിന്നെ ഈ ഹിരണ്യഗർഭം കൊണ്ടിട്ടാണ് പിന്നെ ആ ഒരു ചടങ്ങിലൂടെയാണ് ഇവർ ക്ഷത്രിയന്മാരാവുന്നത്. അത് കേരളത്തിൽ ഈ ജാതി സ്ട്രക്ചർ കംപ്ലീറ്റ്ലി മാറി മറന്നൊരു സ്ഥലമാണ് കേരളം എന്ന് വെച്ചാൽ. അത് നോക്കിയാൽ മതി. നമ്മൾ വിചാരിക്കുമ്പോൾ സകല ഈഴവന്മാരെയും പീഡിപ്പിക്കുക, സകല നായന്മാരെയും ശൂദ്രന്മാരാക്കുക, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇവിടെ. അങ്ങനെ സ്ഥലം അതുപോലെ വേറെ സ്ഥലം ബംഗാളാണ്. കായസ്ഥന്മാർക്ക് ഏതാണ് ശാസ്ത്രീയ സ്റ്റാറ്റസ് അവിടെ കൊടുത്തിരുന്നു, കായസ്ഥ വിഭാഗത്തിന്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് വൈവിധ്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ വൈവിധ്യങ്ങളൊന്നും കാണാതെയാണ് ആളുകൾ മൊത്തം ശൂദ്രന്മാരോട്ട്, അതായത് കേരളത്തിൽ നായന്മാരോട്ട് ഈഴവന്മാരോട്ട് സകല ആളുകളെയും ഈ 2% പേരുന്ന ബ്രാഹ്മൺസ് ഭീകരമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള തീയതി ഉണ്ടാക്കി. ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ഒരു ലോക സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ സ്ഥിതി എത്രയോ ഭേദമായിരുന്നു. അതുപോലത്തെ പുറത്തുനിന്ന് വന്ന ഈ 3 മതക്കാർക്കും നമ്മളിവിടെ വൈശ്യ സ്റ്റാറ്റസ് കൊടുത്തു. ഈ പ്രധാനപ്പെട്ട ഈഴവ കമ്മ്യൂണിറ്റിക്ക് ആ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. പിന്നെ ഗവൺമെൻറ് സർവീസിലൊന്നും കൊടുത്തില്ല എന്ന് സത്യമായിരിക്കാം, പക്ഷേ അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഈ രാജകുടുംബത്തെ സപ്പോർട്ട് ചെയ്ത ഈഴവ ഫാമിലീസ് ആയിരുന്നു. അതുപോലെ ക്രിസ്ത്യൻസാണ്, ക്രിസ്ത്യൻ ഫാമിലീസ്. മലബാറിലാണെങ്കിൽ കോയാസ്. അതാണ് നമ്മുടെ രീതി. അപ്പോൾ ഇതൊന്നും കാണാതെ ഒരു വളരെ എന്താ പറയുക നാരോ ആയിട്ടുള്ള വ്യൂ പോയിന്റിലൂടെ ഇന്ത്യയെയും ഹിന്ദുവിനെയും RSSനെയും അവതരിപ്പിക്കുകയായിരുന്നു ഇവിടെയുള്ള സെക്കുലർ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെയുള്ള മീഡിയ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയായിരിക്കും, പക്ഷെ വലിയ ദ്രോഹം ചെയ്തത്. അങ്ങനെയാണ് ഈ ശത്രുത പതുക്കെ ഉണ്ടായത്. അതൊരു വലിയ ഫാക്ടറാണ്. ഈ ശത്രു മനോഭാവം, അല്ലെങ്കിൽ ഈ ഒരു ദുഷ്ടചിന്ത, അല്ലെങ്കിൽ നിഗ്രഹിക്കണം എന്നുള്ള ഒരു ചിന്ത വന്നത് എനിക്ക് തോന്നുന്നു അതാണ് അഹിംസയിലേക്ക് നമ്മളെ നയിച്ചതും അത്തരത്തിലുള്ള ആ ഒരു ഇടപെടലുകളായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ബേസിസ് സ്വഭാവം അഹിംസയാണ്. കാരണം നമുക്ക് അബണ്ടൻസ് ഉണ്ട്, ഫുഡിൻ്റെ എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ടല്ലോ. ഇന്ത്യക്ക് പുറത്തുള്ള പ്രദേശങ്ങൾ അതല്ല. അവിടെ ഈ സെൻട്രൽ ഏഷ്യയിലെ സ്റ്റെപ്പിൽ നിന്നൊക്കെ എവിടുന്ന് ഭക്ഷണം കിട്ടാനാണ്? മഞ്ഞിങ്ങനെ ഓടിക്കുന്ന പുൽമൈതാനങ്ങളാണ്. അവിടെ എവിടുന്ന് ഭക്ഷണം കിട്ടാൻ? വേട്ടയാടി പിടിക്കണം. അവർക്ക് ഫൈറ്റ് ചെയ്തേ പറ്റുള്ളൂ. നമുക്കതല്ലല്ലോ. നമുക്ക് അന്നത്തെ പോപ്പുലേഷൻ കഴിക്കാനുള്ളതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പൊതുവേ സമാധാനപ്രിയരാണ്. നമ്മൾ ഇന്ത്യക്ക് പുറത്ത് എവിടെ എംപയർ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. ആകപ്പാടെ ചോളന്മാർ തൊട്ടടുത്തുള്ള ശ്രീലങ്കയിൽ എവിടെയും പോയി എന്നല്ലാതെ നമുക്ക് വേണമെങ്കിൽ പറ്റുമായിരുന്നു. അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ മറ്റുള്ളവർ നമ്മളെ ശത്രു, ഇപ്പോൾ മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും ജൂതന്മാരും നമ്മളെ ശത്രുക്കളെ കണ്ടിട്ടില്ല. മനസ്സിലായി? ട്രഡീഷണൽ ക്രിസ്ത്യൻസും റോമൻ ക്രിസ്ത്യൻസും അറേബ്യൻ മുസ്ലിംസും ജൂതന്മാരും നമ്മളെ ശത്രുക്കളെ കണ്ടിട്ടില്ല. അവർ പരസ്പരമായിരുന്നു ശത്രുത. കാരണം നമ്മൾ ശത്രു ആക്രമിക്കാൻ വന്നവന് പോലും അവനെ തോൽപ്പിച്ചതിന് ശേഷം അവനെന്താണോ വേണ്ടത് അത് കൊടുത്ത ആളുകളാണ് മാന്യമായിട്ടുള്ള. 2, നമ്മൾ തോൽപ്പിക്കപ്പെട്ടപ്പോൾ പോറസ് എന്ന് പറഞ്ഞ രാജാവിനെ അലക്സാണ്ടർ തോൽപ്പിച്ചു. അന്നും അദ്ദേഹം 1 ഇഞ്ച് പോലും താഴ്ന്നില്ല. അലക്സാണ്ടർ ചോദിച്ചു, എങ്ങനെ ഞാൻ ബിഹേവ് ചെയ്യണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഒരു രാജാവിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം അതുപോലെ ബിഹേവ് ചെയ്യണം. അത് അയാളെ ചങ്കൂറ്റം തൻ്റെ ഇടവും. അതാണിപ്പോൾ നിങ്ങൾ ഈ 6 പാക്കൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ട് ഈ സ്കിന്നി ഷർട്ട് ഇട്ട് സൽമാൻ ഖാനെ പോലെ നടക്കുന്നതല്ല ശരിക്കും നിങ്ങളുടെ ധൈര്യം. നിങ്ങൾ നല്ല 6 പാക്കൊക്കെ ഉണ്ടാക്കി കിക്ക് ബോക്സിംഗ് ഒക്കെ പഠിച്ചിട്ട് അതൊന്നും കാണിക്കാതെ ഒരു ലിയോ കെട്ട പോലെ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു ചിരിയൊക്കെ ഫിറ്റ് ചെയ്ത് നടക്കുമ്പോഴാണ് അതാണ് നിങ്ങളെ കോൺഫിഡൻസ് കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ഇന്ത്യയുടെ ഒരു ഇൻക്ലൂസീവ്നെസ് കാണിക്കുന്ന ഒരു കൾച്ചറാണ്. പക്ഷേ അതിനെ പലരും തെറ്റായി വ്യാഖ്യാനിക്കുകയും തെറ്റായി തെറ്റായി പ്രചരിപ്പിക്കുകയും ചെയ്യും. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായി വരുന്നത്. ഒന്നും മനസ്സിലായിട്ടില്ല. ഒന്ന് ഇവർക്ക് മനസ്സിലായില്ല. അത് മനസ്സിലാണ് വെറുതെ നമ്മൾ അരിസ്റ്റോട്ടിലിനെ പറ്റി പറയാറുണ്ട്. അദ്ദേഹം വലിയ തിയറീസ് ഒക്കെ ഉണ്ടാക്കി വെച്ചു. 30 വർഷം ഉണ്ടാക്കി ഒരു തിയറി വെച്ചാൽ അപ്പോൾ ആണുങ്ങളെ പല്ലിനെക്കാട്ട് എണ്ണം കുറവായിരിക്കും പെണ്ണുങ്ങളെ പല്ലിന്. ഒന്നും ചെയ്യണേ, വെറുതെ ഭാര്യേൻ്റെ വായ ഒന്നും എണ്ണി നോക്കിയാൽ മതി. ചെയ്തില്ല. അതാണ് ഒരു പ്രശ്നം. പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം കൊളോണിയൽ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ബേസിക്കലി ഡിവൈഡ് ആൻഡ് റൂളിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടിച്ചാൽ അവർക്ക് പണി നടക്കുള്ളൂ. അതൊക്കെ അങ്ങനെ തന്നെ പഠിച്ച് ഞങ്ങൾ ഇതിനൊക്കെ എതിരാന്ന് പറയുമ്പോൾ അത് തന്നെ ഫോളോ ചെയ്തു. മൂന്നാമത് സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഒരു വോട്ട് ബാങ്ക് മാത്രമാണ് ലക്ഷ്യം. നാട്ടുകാർ രക്ഷപ്പെടുന്നതിൻ്റെ വോട്ട് ബാങ്കാണ് ലക്ഷ്യം. അതുകൊണ്ട് കാണേണ്ട പലതും കാണാതെ പോയി. ഇപ്പം എതിരാളിക്ക് അധികാരം കിട്ടി അയാളിത് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് മിണ്ടാൻ പറ്റുന്നില്ല പലതിലും.
അതെ, അപ്പോഴാണ് ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ചിരുന്ന വിദേശ ശക്തികൾക്ക് കാര്യം കൈവിട്ട് പോവുകയാണോ എന്നൊരു സംശയമായിട്ട് നമുക്ക് അതിലേക്ക് വന്നത്. അവിടെയാണ് പ്രശ്നം. എന്ന് വെച്ചാൽ മോഡി മുല്ല ഉമറുമായില്ല, BJP താലിബാനുമായില്ല. അതാണ് അവരുടെ വലിയ പ്രശ്നം. അതെ, പക്ഷെ അവർക്ക് തെറ്റിപ്പോയി. കാരണം ഈ 100 വർഷത്തിലേറെ പാരമ്പര്യമുള്ളൊരു സംഘടനയാണ് RSS എന്ന് അവർ നോക്കിയില്ല. ഞാൻ മുമ്പ് ഇതിനെപ്പറ്റി എഴുതിയ മാധവമിൻ്റെ ഡിസ്കഷൻ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഫാസിസം എന്ന് പറയുമ്പോൾ ഫാസിസം എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് വന്നു, പെട്ടെന്ന് അത് അപ്ലൈ ചെയ്തു, വലിയ പരാജയങ്ങളേറ്റ് ഇല്ലാതായിപ്പോയ സാധനം. RSS നിങ്ങൾ ഫാസിസം എന്ന് പറയുമ്പോൾ ഫാസിസ്റ്റ് ആണെപ്പോലും നിങ്ങൾ മനസ്സിലാക്കണം, ചരിത്രത്തിൽ ഫാസിസത്തിന് പറ്റിയ എല്ലാ തെറ്റുകളും മനസ്സിലാക്കി തിരുത്തിയാണ് അവർ വന്നിട്ടുള്ളത്. അപ്പോൾ അന്ന് വേണു കഴിഞ്ഞ ചർച്ചയിലുണ്ട്. അപ്പോൾ വേണുവിൻ്റെ ഇടതുപക്ഷ ചിന്താഗതി, ഇടതുപക്ഷക്കാരൻ ഞങ്ങളെ കോമൺ സുഹൃത്താണ്. ഇത് ഫക്രുദ്ദീൻ എന്താണ് ഈ പറയുന്നത് ചോദിച്ചൊരു വലിയൊരു തിട്ടൂർ അങ്ങോട്ട് എഴുതി കൊടുത്തു. അപ്പോൾ വേണു അത് വായിച്ചു നോക്കുമ്പോൾ അതിൽ ആപ്പടെ കുറേ പുസ്തകങ്ങളുടെ റെഫറൻസ് മാത്രമേ ഉള്ളൂ. ആ പുസ്തകത്തിൽ പറഞ്ഞാൽ എന്താണെന്ന് പോലും ഇല്ല. മനസ്സിലായി. അപ്പോൾ വേണു എന്നോടാണ് ഇതൊന്ന് കാര്യം കണ്ട അത് കാറ്റലോഗ് മാത്രമാണ്. അതല്ല ഒരു കാര്യം. അല്ല, ഇതിപ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇന്ത്യയുടെ നിലവിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ഈ സുരക്ഷാ ഭീഷണി പൊടുന്നനെ വന്നതാണ്. കഴിഞ്ഞ കുറേ നാളുകളായി നമുക്ക് അകത്ത് ഒരു ഭീകരാക്രമണം ഉണ്ടായിരുന്നില്ല. നമുക്ക് പുറത്തു നിന്ന് നമ്മെ ചെറുതായി പേടിപ്പിക്കുന്ന രീതിയിലുള്ള ചില പെരുമാറ്റങ്ങൾ, അതിനൊക്കെ ശക്തമായ തിരിച്ചടി കൊടുത്തപ്പോൾ ഒന്നടങ്ങുന്നു. പക്ഷേ അവർ അടങ്ങുകയായിരുന്നില്ല. നമ്മുടെ അകത്തേക്ക് കയറി വളരെ മോശപ്പെട്ട രീതിയിലുള്ള ആക്രമണം, അതായത് നമുക്ക് രാജ്യത്തിനകത്ത് കയറി രാജ്യത്തിലുള്ളവരെ കൊണ്ട് നമ്മളെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുക, നമ്മുടെ സൈനിക രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമിക്കുക, നമ്മുടെ സൈന്യത്തിനുള്ളിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുക, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. അതിനിടെ ഈ നീക്കം ഇപ്പോൾ വ്യാപകമാകുന്നു. അതിന് പിന്നിൽ ആരൊക്കെ ആയിരിക്കാം? ഒന്നിലേറെ ശക്തികളാവാനുള്ള സാധ്യതയുണ്ടോ, അതോ ഒരു ശക്തി പലരെയും കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കുമോ? ബേസിക്കലി അമേരിക്കയാണ് ചെയ്യിപ്പിക്കുന്നത് മൊത്തം. ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്കൊന്നും തന്നെ ഈ ഇന്ത്യൻ ഇസ്ലാമികവൽക്കരിക്കാനുള്ള അജണ്ട ഒന്നും അവർക്കില്ല. അവർക്ക് പണ്ടേ അല്ല. ഇതിവിടെ വന്ന് ഈ പറയുന്ന ഹിന്ദുക്കളെയൊക്കെ കൊന്നടക്കി അധികാരം പിടിച്ച തൂക്കിക്കാരാണ്, അറബികളല്ല. പിന്നെ പക്ഷേ ഇപ്പോൾ ഇവിടെയുള്ള ഈ വഹാബികളുടെയും ജമാഅത്ത് ഇസ്ലാമിക്കാരുടെയൊക്കെ കുറച്ചൊരു സ്വാധീനം അറബ് രാജ്യങ്ങൾ മേലെ അവരുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അത് അവർ തിരുത്തും. കാരണം അവർക്കൊരു സ്പേസ് കൊടുക്കുമ്പോൾ അവർ മോഡീനെ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഇവിടേക്കാണ് ഒരു പ്രശ്നം. മോഡീനെ അവരെല്ലാവരും അംഗീകരിക്കുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥാനം കൊടുക്കുന്നു. എന്നാൽ മുസ്ലിങ്ങൾക്ക് മോഡീനെ ഇഷ്ടമല്ല. ഈ ഗുജറാത്ത് കലാപത്തെ പറ്റി അവരറിയായിട്ടാണോ? അത് അവർക്ക് പൊളിറ്റിക്സ് അറിയാം, എന്തായിരുന്നു പൊളിറ്റിക്സ്, എന്തുകൊണ്ട് കലാപം ഉണ്ടായി, പക്ഷേ ഇപ്പം എന്താണ് സ്ഥിതി എന്നവർക്കറിയാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇസ്ലാമിക വിരുദ്ധനെ അവർ നെതന്യാഹുവിനെ അവർ വിളിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മളിപ്പോൾ നോക്കുമ്പോൾ സൗദിയിലെ MBS മുഹമ്മദ് ബിൻ സൽമാൻ, UAE ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാൻ, ഖത്തറിലെ ഖത്തർ അമീർ, അപ്പം ഇവരൊക്കെ തന്നെ ഇദ്ദേഹത്തോട് കാണിക്കുന്ന ആ ഒരു റെസ്പെക്റ്റും സ്നേഹവും, ആ ഒരു സ്നേഹം എന്ന് പറയുമ്പോൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ UAE പ്രോട്ടോകോൾ ലംഘിച്ച് അവിടുത്തെ പ്രസിഡന്റ് വന്ന് നമ്മുടെ പ്രധാനമന്ത്രി സ്വീകരിച്ചു പോവുകയാണ് എയർപോർട്ടിലേക്ക് വന്ന്. അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇസ്ലാം വലിയ ഭീഷണി നേരിടുന്നത് അത് ഇവാഞ്ചലിസ്റ്റുകളുടെ കയ്യിലാണ്. അവരെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയാണ്. അപ്പം ഈ പൃഥ്വിരാജിൻ്റെ എമ്പുരാൻ സിനിമയെ പറഞ്ഞ പോലെ ഒരു ഇന്ത്യ അറബ് നെക്സസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിവിടെയുള്ള മണ്ടന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം നമ്മൾ ഇതേ ഭീഷണി നേരിടുന്നുണ്ട് ഇവാഞ്ചലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന്, മതപരമായിട്ട് ഈ ഭീഷണി നേരിടുന്നുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇസ്രായേലിന് അമേരിക്കനോട്ട് കളിക്കാൻ പറ്റില്ല. ശരിയാണ്. അപ്പോൾ ഈ ഒരു നെക്സസിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ചൈനക്കാരെന്ന് വെച്ചാൽ ബേസിക്കലി ദൈവവിശ്വാസം ഇല്ലാത്തവന്മാരാണ് ഇപ്പോഴത്തെ ഭരണകൂടം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ നിലനിൽപ്പ് മാത്രമേ, ഇതിനോടൊരു കമ്മിറ്റ്മെൻറ്റ് ചൈനയ്ക്കില്ല. കാരണം അപ്പുറത്ത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ചൈനയുടെ അവസ്ഥ. ഇന്ത്യയിൽ അതല്ലല്ലോ. ഇന്ത്യയിൽ ഈ വിഭജനത്തിന് ശേഷം മുസ്ലിം പോപ്പുലേഷൻ കൂടിയിട്ടല്ലേ ഉള്ളൂ, കുറഞ്ഞോ? ശരിയാണ്, അത് വലിയൊരു ഫാക്റ്റാണ്. അതാരും കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ താലിബാൻ എന്തുകൊണ്ടാണ് നമ്മളെടുത്തിരുന്ന സപ്പോർട്ട്? ഇപ്പോൾ താലിബാൻ കാര്യം മനസ്സിലായി. കാരണം താലിബാൻ എന്തെങ്കിലും മുസ്ലിം സ്നേഹമുണ്ടല്ലോ, ഈ മത തലക്കുടിച്ചവന്മാരാണല്ലോ, ഉള്ളിൽ ആ ഒരു സ്നേഹമുണ്ട്. അപ്പോൾ ഇവന്മാർക്ക് മനസ്സിലായി ഇന്ത്യയിലല്ല ശരിക്കും മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത് പാകിസ്ഥാനാണ്. വെള്ളിയാഴ്ച പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ബോംബ് പൊട്ടും. മറ്റേ ബലൂചിസ്ഥാനിലെ മുസ്ലിങ്ങളെ വീട്ടിൽ പോയിട്ട് വംശഹത്യ ചെയ്യുന്നു. മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്യുകയും മരുന്ന് പരീക്ഷണത്തിന് വിധേയമാക്കി അവരുടെ വീടുകളിലെല്ലാം ഹാനിലെ വംശത്തിലുള്ള പുരുഷന്മാരെ ബോധോപം കൊണ്ടുവച്ച് താമസിപ്പിക്കുകയും ചെയ്യുന്ന ചൈനയ്ക്കെതിരെ പാകിസ്ഥാൻ ഒരാശ്രമം മിണ്ടുന്നില്ല. അപ്പോൾ ആരാണ് ശരിയായ ശത്രു? ഒന്നും നോക്കാതെ അവരെ സഹായിക്കുന്ന ഇന്ത്യയാണോ, അതോ അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങളെ തന്നെ ദ്രോഹിക്കുകയും ഇവരെ അതിനുവേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാനാണോ? അത് താലിബാൻ ഇപ്പോൾ മനസ്സിലായി തോന്നുന്നു. അതെ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ താലിബാൻ വളരെ വലിയ രീതിയിലൊരു ഭീഷണി നേരിടുന്നുമുണ്ട്. അവിടെയാണ് വേറൊരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള സാധ്യത കൂടി തെളിഞ്ഞു വരുന്നത്. അസിം മുനീർ പാകിസ്ഥാൻ്റെ മറ്റൊരു സൈനിക ഭരണാധികാരിയായി മാറാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത്. പണ്ട് പർവേസ് മുഷറഫ് എന്താണോ ആയത് ആ രീതിയിലേക്കാണ് അസിം മുനീറും പോകുന്നതെന്ന് തോന്നുന്നു. അത് ഇന്ത്യ എങ്ങനെ ബാധിക്കുമെന്നാണ് കരുതുന്നത്? അല്ല, ഇന്ത്യ ഇതിൽ കൂടുതൽ പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഇത്രയും കാലത്ത് ബേനസീർ ഭൂട്ടോ ഉണ്ടായിരുന്നു, ഷെരീഫ് ഉണ്ടായിരുന്നു, മറ്റേ നമ്മുടെ മുഷറഫ് ഉണ്ടായിരുന്നു. ഇവരൊന്നും തന്നെ നമുക്ക് ഗുണകരമായ ഒരു കാര്യം ചെയ്തിട്ടില്ല.
കാരണം ഇവർക്ക് ആ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ പിടിയിൽ നിന്ന് അകന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. രണ്ട്, ഈ പാകിസ്ഥാൻ സൈന്യത്തെ കൺട്രോൾ ചെയ്യുന്നത് CIA ആണ്. CIA കൺട്രോൾ ചെയ്യുന്ന അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ മിനിസ്റ്ററി കോംപ്ലക്സ് ആണ്. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അപ്പോൾ അവരുടെ താല്പര്യം അവിടെ നടപ്പിലാക്കുക. അവിടെയാണ് താലിബാൻ ഇൻഡിപെൻഡൻ്റ് ആവുന്നത്. താലിബാൻ ഇവരുണ്ടാക്കിയതാണ്, പക്ഷേ താലിബാൻ ഇസ്ലാം എന്നുള്ള തലയ്ക്ക് പിടിച്ച സാധനമാണ്. അപ്പോൾ അവർ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവർ മനസ്സിലാക്കി ശരിയായ വില്ലന്മാരാണ്, ശരിയായ നായകന്മാരാരാണ്. അവർ മോഡിനെ കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ ഈ മോഡിനെ താലിബാനാക്കാമെന്നായിരുന്നു അമേരിക്ക വിചാരിച്ചിരുന്നത്. ഇപ്പം താലിബാൻ മോഡിനെ കണ്ടുപിടിക്കുന്നു. പലപ്പോഴും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ. നിങ്ങൾ വിചാരിച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ അവർക്കൊരു പ്രശ്നമുണ്ട്. അവർ ഈ പുസ്തൂൺ ഇവന്മാർക്ക് ഒരു കൂട്ടർ ഹൃദയം തുറന്നവർ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്നേഹിക്കും. ഉള്ളിൽ കൂടെ പണിയില്ല താലിബാൻ. നോക്കിയാൽ മതി. ഇവിടെ പാപ്പാടെ ഞങ്ങൾ മുസ്ലിങ്ങളെ പ്രശ്നം എന്താണ്? ബീഫ് ആണല്ലോ പ്രശ്നം. ഞങ്ങളെ പ്രവാചകൻ ഇബ്രാഹിം നബി മകനെ ബലി കൊടുക്കണ്ട, പകരം ഒരു ആടിനെ ബലി കൊടുത്താൽ മതി എന്നാണ് അള്ള പറഞ്ഞത്. അപ്പം നമുക്ക് ആടിനെ വെട്ടിയാൽ നമുക്ക് ബീഫിന് ഈ കൗവിനെ വെട്ടണ ഒരാവശ്യമില്ല. അതാണല്ലോ. അതിപ്പം മുസ്ലിങ്ങൾക്ക് അറിയാലോ. അവിടെ അവരെന്താ വെട്ടുന്നത്? അവർ പശുവിനല്ലല്ലോ വെട്ടുന്നത്, ആടിനല്ലേ വെട്ടുന്നത്. കുർദിസ്ഥാൻ മേഖലയിലാണെങ്കിൽ ഇതിനെ പോത്തിനെ വെട്ടും, അത്രയേ ഉള്ളൂ. അതല്ല ഇവിടുത്തെ മുസ്ലിം. അല്ലാതെ ഇവിടുത്തെ മുസ്ലിം പള്ളിയിൽ പോകുമ്പോൾ മുമ്പ് വെട്ടുന്നുണ്ടോ? പിന്നെ ഇവിടെ വർഗീയ കലാപങ്ങൾ അവർക്കറിയാലോ. മുസ്ലിങ്ങൾ മാത്രമല്ല, ഹിന്ദുക്കൾ മാത്രമല്ല, വർഗീയ കലാപം ഉണ്ടാക്കുന്നതിന് മുസ്ലിങ്ങൾക്ക് ഒരു പങ്കുണ്ട്. നമ്മൾ പോയി തോണ്ടും, മറ്റൊരു പോയി മാതിപ്പിടും. ഇതല്ലേ സംഭവിക്കുന്നത്. ഇതൊക്കെ ഇവർ മനസ്സിലാക്കുന്നുണ്ട്. താലിബാൻ ഒരു ദിവസം കൊണ്ട് മാറിയെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ടും താലിബാൻ ഈ പണിയൊക്കെ നമുക്ക് ഒപ്പിച്ചിട്ടും കണ്ട് നമ്മളെ വിമാനം തട്ടിക്കൊണ്ടുപോയി കാണ്ടവാറിലിറക്കി നമ്മുടെ ഉള്ള എംബസി പലതവണ ബോംബ് ചെയ്തിട്ടും നമ്മൾ അവർക്കുള്ള സഹായം തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്ത്യ. ഈ സത്യമായ ജയതയെന്ന് നമ്മുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മൾ ആദ്യം വിചാരിക്കും ഇത് വെറുതെ പറയുകയാണ്, ഈ കള്ളന്മാർ പന പോലെ വളരെയല്ലേ. പക്ഷേ സത്യം ആണ് അവസാനം ജയിക്കുക. പക്ഷേ ഇറ്റ് ടേക്സ് ടൈം. ഇപ്പം പതുക്കെ സത്യം ജയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്ഷുദ്രശക്തികളുടെ ഇടപെടൽ നമ്മളെ തകർക്കാനുള്ള യാതൊരു കെൽപ്പിലേക്കും വളരെ അത് പറയാൻ പറ്റും. അവർ ദേ ആർ വെരി പവർഫുൾ. ലോകം ഇത്രമാത്രം ഇന്ത്യക്ക് ശത്രുക്കളാവുന്നത് ആദ്യമായിട്ടാണ്. കാരണം നമ്മൾ ഇന്ദിരാഗാന്ധിൻ്റെ കാലത്ത് നമ്മൾ അസേർട്ട് ചെയ്തിരുന്നെങ്കിൽ പോലും അപ്പുറത്ത് ഈ പറഞ്ഞ ക്ഷുദ്രശക്തികൾ സോവിയറ്റ് റഷ്യയായിട്ട് ഫൈറ്റ് ചെയ്യുമായിരുന്നതുകൊണ്ട് അവർ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി ചെയ്യുന്നില്ല. പിന്നെ അവർക്ക് വെസ്റ്റ് ഏഷ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പം വെസ്റ്റ് ഏഷ്യയിൽ പ്രശ്നങ്ങൾ ഏതാണ്ട് തീർന്നു. പലസ്തീൻ പ്രശ്നം നമ്മൾക്ക് വലിയ സംഭവമായി തോന്നുന്നത് ഇസ്രായേൽ കൺസോൾട്ടേറ്റ് ചെയ്തു. ഭാവിയിൽ ഈ പറഞ്ഞ അറബ് രാജ്യങ്ങൾ ഇസ്രായേൽ അംഗീകരിക്കും. ഇപ്പോൾ അവർ നോക്കുക, അവരുടെ ഇമ്മീഡിയറ്റ് പ്രൈം ടാർഗറ്റ് ഇന്ത്യയായി മാറിയിട്ടുണ്ട്. കാരണം ഇന്ത്യ അവരുടെ കൈ കിട്ടുന്നില്ല. ഈ കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസിന് ഇത് അറിയാവുന്നതുകൊണ്ട് ഇവരൊന്ന് പിണക്കാതെ പോയതായിരുന്നു. മോഡി അതല്ല, മോഡി കൺവേർഷനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നുണ്ട്. രാജ്യവിരുദ്ധമായ ഫണ്ടിങ്ങിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നത്. മോഡിയുടെ നിലപാട് സത്യത്തിൽ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവിടെ ഈ അമേരിക്കൻ ഫണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾക്കാണ്. അതാണ് പ്രശ്നം. ഇത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുസ്ലിം സാധനങ്ങളെ വാടകയ്ക്ക് എടുത്തോ അല്ലെങ്കിൽ ഇൻ്റലക്ച്വലി ഹൈജാക്ക് ചെയ്തോ ഈ പറയിപ്പിക്കുന്നത്. മോഡി ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കി അവർക്കാണ്. ആ ഒരു സംഭവം അതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ, അതായത് ഈ ഇത്തരത്തിലുള്ള ശക്തികൾ, അതായത് കൺവേർഷന് പിന്നിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കൺവേർഷന് വേണ്ടി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ സംഘടനകൾ തന്നെയാണ്. അത്തരത്തിലുള്ള അമേരിക്കയുടെ ഫണ്ടിങ് വരുന്ന, അമേരിക്കയുടെ പിന്തുണയോട് പ്രവർത്തിക്കുന്ന സംഘടനകൾ തന്നെയാണ്. അപ്പോൾ അവയ്ക്കെതിരെ ഫണ്ട് നേരത്തല്ല വരുന്നത്, കൊറിയ വഴിയൊക്കെയാണ് വരുന്നത്. കൊറിയ വഴിയാണ്. പല 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 രീതിയിലാണ് ഈ ഫണ്ട് വരുന്നത്. അപ്പോൾ അവർക്ക് എതിരെ ശക്തമായ നിലപാടിലേക്ക് മോദി പോകുന്നു. അവിടെ വേദനിക്കുന്നത് അമേരിക്കയ്ക്കാണ്. അവിടെ അജണ്ട നടപ്പിലാവുന്നില്ല. അപ്പോൾ ദേ ആർ യൂസിങ് ദീസ്, അതായത് അല്ലെങ്കിൽ ഈ എക്സ്ട്രീമിസ്റ്റ് നിലപാടുകൾ പണ്ടൊക്കെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്ന ഇസ്ലാമിക സംഘടനകളെ ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതാണ് ഇപ്പോൾ. അതേസമയം തന്നെ മോഡി സക്സസ്ഫുള്ളായി കാശ്മീരിൽ ഇടപെടുന്നു. കാശ്മീർ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ തലവേദന നിൽക്കുന്നത്. ആ തലവേദന മോഡി ഇല്ലാതാക്കി. മനസ്സിലായില്ലേ? 3 മാറ്റി പാകിസ്ഥാനെ ശക്തമായി തിരിച്ചു. പാകിസ്ഥാൻ ഇങ്ങോട്ടൊന്ന് സ്റ്റെപ്പൊക്കെ ആകുമ്പോൾ പേടിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ തുർക്കിയിൽ പോയി ഗൂഢാലോചന നടത്തിയത്. എന്നിട്ട് തുർക്കി എന്നുള്ള രാജ്യത്തെ അവർ ഉപയോഗിക്കുന്നുണ്ട്. ബംഗ്ലാദേശിനെ അവരില്ലാതാക്കി. തുർക്കി എന്ന രാജ്യത്തെ അവർ ഉപയോഗിക്കുന്നുണ്ട്. തുർക്കിയാണെങ്കിൽ പാകിസ്ഥാൻ്റെ പാർട്ണറാണ്. പാകിസ്ഥാൻ ബേസിക്കലി തുർക്കിയുടെ സാറ്റലൈറ്റ് സ്റ്റേറ്റ് ആണ്. തുർക്കി വംശജരാണ് പാകിസ്ഥാനികൾ. അല്ല, ഉത്തരേന്ത്യൻ മുസ്ലിംസ് അധികം തുർക്കി വംശജരാണ്. ഞങ്ങൾ സൗത്ത് ഇന്ത്യൻ മുസ്ലിംസ്, എസ്പെഷ്യലി മലബാർ സൈഡിലെ മുസ്ലിംസാണ് ബേസിക്കലി അറബ് വംശമായിട്ട് ബന്ധമുള്ളത്. ഞങ്ങൾ പൊതുവെ സമാധാനപ്രിയരാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ശക്തമായ വെല്ലുവിളി നമ്മുടെ രാജ്യം ഇനി നേരിടാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ സാമ്പത്തിക വളർച്ചയും നമ്മുടെ സ്വയം പര്യാപ്തതയിലേക്കുള്ള യാത്രയും ഒക്കെ തന്നെ അവരെ ആശങ്കപ്പെടുത്തുന്നുണ്ടാകണം. അവിടെയാണ് ഈ കരുത്തരായ എതിരാളികളെ നമ്മൾ എങ്ങനെ നേരിടും എന്നുള്ളൊരു ചോദ്യം വരുന്നത്. എന്തായാലും ഇതുവരെ വളരെ സ്ട്രോങ് ആയി നമ്മൾ പിടിച്ചു നിന്നിട്ടുണ്ട്. ഒരു സ്ഥലത്തും തളർന്നു പോയിട്ടില്ല. അത്തരത്തിൽ നല്ലൊരു നേതൃത്വവും നമുക്കുണ്ട്. ഇനി അങ്ങോട്ട് ഈ ശത്രുക്കളുടെ
ആക്രമണങ്ങളെ ഏത് തരത്തിലായിരിക്കും നമ്മൾ നേരിടാൻ പോകുന്നത്? ഒന്ന്, ഇൻറ്റേർണലി നമ്മൾ ശക്തരാവണം. ഇൻറ്റേർണലി എന്ന് വെച്ചാൽ ഇവിടെയുള്ള സ്ലീപ്പിംഗ് സെല്ലുകളെ കണ്ടെടുത്ത് ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയണം. അല്ലെങ്കിൽ സ്ലീപ്പിംഗ് സെല്ലുകൾ അല്ലെങ്കിൽ അവരെ മുഖ്യധാരയുടെ ഭാഗമാക്കി മാറ്റണം. ആഹാ. കാരണം അല്ലെങ്കിൽ അവരെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ കളിക്കും. ഓക്കെ. രണ്ടാമത്തത്, നമ്മൾ എക്സ്റ്റേണലി വളരെ വിജിലൻ്റ്. അനാവശ്യമായിട്ടുള്ള സ്ട്രഗിളൊന്നും പോയി തല വെച്ച് കൊടുക്കരുത്. അനാവശ്യമായിട്ട് ഇവന്മാരുടെ ഈഗോ ഹർട്ട് ചെയ്യരുത്. ഓക്കെ. അതേസമയം തന്നെ നമ്മുടെ നിലപാടുകൾ അതിശക്തമായിട്ട് എന്നാൽ സൗമ്യമായി, ഇപ്പം ജയശങ്കർ പറയുന്ന പോലെ അവതരിപ്പിക്കണം. ആ രീതിയിൽ മുന്നോട്ട് പോകണം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്നതിൻ്റെ മാതിരി പ്രതിപക്ഷ പാർട്ടികളെ കൂടുതൽ ഒന്ന് വിശ്വാസത്തിലെടുക്കേണ്ടതുണ്ട്. കാരണം അവർ ഈ രാജ്യം നശിക്കണമെന്നൊന്നും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അവർക്ക് അധികാരം കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അവരെയും കൂടി ഒന്ന് വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു നാഷണൽ ഗവൺമെൻറ് എന്ന രീതിയിൽ പ്രവർത്തിക്കണം. ഓക്കെ. അതിന് പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറായിട്ടില്ലെങ്കിൽ അവരെ എക്സ്പോസ് ചെയ്തിട്ട് ഒറ്റപ്പെടുത്തി കളയാം. ചില സമയത്ത് നമുക്ക് അയൺ ഹാൻഡ് വേണ്ടി വരും. ഇപ്പം തന്നെ മുസ്ലിം തീവ്രവാദം ഏതാണ്ടൊന്നും ഒതുങ്ങിയ മട്ടാണ്. ഇപ്പോൾ ഈ ചെറിയ ഈ സ്ലീപ്പിംഗ് സെല്ലുകൾ, ഈ ഡൽഹിയിൽ നടന്നുള്ള സ്ഫോടനങ്ങൾ പോലുള്ള സാധനങ്ങളെ ഇപ്പം പൊതുവേ നമ്മൾ കാണുന്നുള്ളൂ. പിന്നെ കേരളത്തിലും ആസാമിലും ഒക്കെ ആണെങ്കിൽ ഈ പറയുന്നതിൻ്റെ മാതിരി ഇസ്ലാമിസ്റ്റ് സ്വഭാവം കാണിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ മുസ്ലിങ്ങൾ തന്നെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, പൊതുസമൂഹം ഒതുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇനിയുള്ള രണ്ടാമതുള്ള കൺവേർഷൻ മാഫിയയാണ്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ RSSനെ മുസ്ലിങ്ങൾക്കെതിരെ തിരിച്ചുവിടുക. ഓക്കെ. എന്നിട്ട് RSS മുസ്ലിംസും തമ്മിൽ അടിയുണ്ടാകുന്ന സമയത്ത് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ പൊസിഷൻ സേഫാക്കുക. അതായത് ഈ കുട്ടനാടുകളെ തമ്മിലടിപ്പിക്കുന്ന അത് ഇവാഞ്ചലിസ്റ്റുകൾ ചെയ്യുന്നത്, കൺവേർഷൻ മാഫിയ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെയൊക്കെ തന്നെ വീഡിയോൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഹിന്ദു ശിവദാസ് എന്നൊക്കെ ഈ പേര്, പക്ഷേ എനിക്കത് ഇവന്മാരാണ്. കാരണം എങ്ങനെയാണെന്ന് പറയുക, ഇവൻ തക്കിയാണ്, ഇവൻ്റെ ഉദ്ദേശം മറ്റേതാണ്, ഈ ജമാഅത്ത് ഇസ്ലാമിക് മൗദൂദിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. ഇത് ബേസിക്കലി RSSരല്ല, ഒന്നെങ്കിൽ ഇവരാണ്. മാത്രമല്ല സത്യത്തിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഹിന്ദുക്കൾ ഒരിക്കലും മറ്റു മതങ്ങൾ അങ്ങനെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുന്ന സ്വഭാവം ഹിന്ദുക്കൾക്കില്ല. നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ RSS പോലും ആദ്യകാലത്തെ മുസ്ലിം വിമർശനം എടുത്ത് നോക്കിയാൽ ഇന്ന് കരുതുന്ന പോലെയുള്ള അറപ്പുണ്ടാക്കുന്ന ഭാഷയിൽ മറ്റു മതങ്ങളെ വിമർശിക്കാറില്ല. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമാജിനിസ്റ്റുകളാണ്. രണ്ട് മുസ്ലിങ്ങളും ചെയ്യാറ്, മുസ്ലിം ഈ പറയുന്ന പ്രചാരകർ ചെയ്യാറുണ്ട്, ഈ എന്താണ് സലഫി ലൈനിലുള്ള ആളുകളും ചെയ്യാറുണ്ട്. ഇവർ രണ്ട് ഈ RSSകാരോ ആദ്യകാലത്തെ കാലഘട്ടത്തിൽ RSSകാരോ അല്ലെങ്കിൽ പിന്നെ റോമൻ കത്തോലിക്കരോ അതല്ലെങ്കിൽ ഈ മുസ്ലിം മുഖ്യധാരയിലുള്ള മുസ്ലിം പണ്ഡിതന്മാരോ ഒന്നും ഇത് ചെയ്യാറില്ല. ഈ പുതിയ ടീമാണ്. അപ്പം കാരണം ഏത് മതഗ്രന്ഥത്തെ നമ്മളെടുത്ത് ഓപ്പോസിറ്റ് ആളുകൾക്ക് അതേ രീതിയിൽ വിമർശിക്കാനുണ്ടാവും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഖുർആനെയൊക്കെ ഭയങ്കര മോശമായിട്ട് ചിലർ ആ കോണ്ടക്സ്റ്റ് മനസ്സിലാക്കാതെ, സാഹചര്യം മനസ്സിലാക്കാതെ വിമർശിക്കും. അപ്പോൾ അവർ പറയുന്ന സംബന്ധം മുസ്ലിങ്ങൾ എല്ലാവരെയും നശിപ്പിച്ച് കളിക്കും. അങ്ങനെയാണെങ്കിൽ സൗദി അറേബ്യയിലല്ലേ നിങ്ങൾ ജോലി ചെയ്ത്, നിങ്ങൾ വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ? മാത്രമല്ല ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ അല്ലേ ഖലീഫയുടെ അണ്ടറിൽ അവർ ജീവിച്ചില്ലേ? അവർക്ക് ചെറിയ നികുതി കൊടുക്കണം എന്നല്ലാതെ വേറെ പക്ഷേ അവർക്ക് ഉണ്ടായിരുന്നോ? അതുപോലെ ഇന്ത്യയിൽ മുഗൾ രാജാക്കന്മാരും സുൽത്താനേറ്റൊക്കെ മുസ്ലിങ്ങളായിരുന്നില്ലേ? അവരുടെ അണ്ടറിൽ ഇവിടുത്തെ ഹിന്ദു ഭൂരിപക്ഷമായിരുന്നില്ലേ? അവരില്ലാതാക്കിയോ? അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെയാണെന്ന് പറയും. അങ്ങനല്ല. അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ ഹിന്ദു ഭൂരിപക്ഷമൊക്കെ എടുക്കുമോ? നിങ്ങൾ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുമോ? ഇല്ലല്ലോ. അപ്പോൾ എന്നിട്ട് ഈ ഓൺലൈൻ മീഡിയയിൽ ഇങ്ങനെ ഒരു ബോധം ഉണ്ടാക്കി വെക്കുക. അതായത് മുസ്ലിങ്ങളെന്ന് വെച്ചാൽ ലോകത്തുള്ള എല്ലാവരും നശിപ്പിക്കാൻ നടക്കുന്നവർ ഏറ്റവും വൃത്തികെട്ടവന്മാരാണ്. ഇനി നെഗറ്റീവ്സാണ്, പ്രവാചകൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഉള്ള നെഗറ്റീവ്സാണ്. ഇത് ഇവർക്കും തിരിച്ചു കൊടുക്കാൻ പറ്റും. അത് അന്നത്തെ കോണ്ടക്സ്റ്റാണ്, അന്നത്തെ ചരിത്ര കോണ്ടക്സ്റ്റ്. ഇന്നത്തെ ജനാധിപത്യവും സെക്കുലറിസവും ഏകഭാര്യാത്വം വെച്ച് നമുക്ക് അങ്ങോട്ട് ആരോപിക്കാൻ പറ്റില്ല. ആ കാലഘട്ടത്തിൽ ചെങ്കീസ് ഖാനൊക്കെ ലക്ഷക്കണക്കിന് ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്. പിന്നെ വേറെ മറ്റു മതങ്ങളുടെ സെൻസിബിലിറ്റിനെ ബഹുമാനിക്കുന്നതുകൊണ്ടാണ് അവർ പറയുന്ന പോലെ ഞാൻ തിരിച്ചു പറയാത്തത്. മനസ്സിലായി? അപ്പോൾ ഇത് നാളെ കാണാൻ ഇതിൻ്റെ പിന്നിലാക്കി ഇവൻ ബേസിക്കലി താലിബാൻ ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് സാധനം കാണാൻ ഇത് ഇവാഞ്ചലിസ്റ്റുകളായിരിക്കും, അല്ല RSSകാരല്ല. മനസ്സിലായി? അപ്പോൾ ഈ ഒരു കളി അവർ കളിക്കുന്നുണ്ട്. അത് നിർത്തിക്കുന്നതാണ് അവർക്ക് നല്ലത്, അല്ലെങ്കിൽ അത് നിർത്തുന്നതാണ് അവർക്ക് നല്ലത്, നിർത്തിപ്പിക്കുന്നതാണ് രാജ്യത്തിന് നല്ലത്. ഓക്കെ. എന്തായാലും കുറേ കൂടി സ്ട്രോങ് ആയി നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു നേതൃത്വം തന്നെയാണുള്ളത്. അവർക്ക് ശക്തമായ ഒരു ഇതുണ്ട്. പക്ഷേ ഈ BJPയെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പോലും ചോദിക്കുന്നുണ്ട്, മോദി റിട്ടയർ ചെയ്യാത്തത് എന്ത്? മോദി എന്തുകൊണ്ട് റിട്ടയർ ചെയ്യുന്നില്ല? മോദി റിട്ടയർ ചെയ്യുമോ? അതാണ് അവർക്കാണ് ഏറ്റവും കൂടുതൽ കൺസേൺ ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ മോദിക്ക് ശേഷം ആര്? ഇതൊക്കെയാണ് അവരുടെ ചോദ്യം. ഇത് മുമ്പ് സച്ചിൻ തെണ്ടുൽക്കറിന് ശേഷം ആരെന്ന് ചോദിച്ചിരുന്നു. ധോനി വന്നു. ധോനിക്ക് ശേഷം ആരെന്ന് ചോദിച്ചിരുന്നു. ധോനിക്ക് ശേഷം പിന്നെ നമ്മളെ ഇവൻ വന്നു, എന്താണ്, കോഹ്ലി വന്നു. കോഹ്ലിക്ക് ശേഷം ആരെന്ന് ചോദിച്ചു, രോഹിത് വന്നിട്ട്. അതാരെങ്കിലും വന്നുകൊണ്ടേയിരിക്കും.
പക്ഷേ ചില ആളുകളെ റീപ്ലേസ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ സമയമാകുമ്പോൾ മോഡി ചെയ്തു അത് ധോനിയും മോഡിയൊക്കെ ആലോചിച്ചോളൂ എപ്പം ചെയ്യണം. നിങ്ങൾ എന്തിനാണ് പറയിടാവുന്നത്? അതവർ നോക്കിയല്ലോ. നമ്മളെ രാജ്യം ഒന്നും നമ്മൾ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ട എപ്പം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് മോഡിയുടെ ജീവൻ സംരക്ഷിക്കണം. ഇന്ദിരാഗാന്ധിയുടെ രാജീവ് ഗാന്ധിയുടെ അവസ്ഥ ഉണ്ടാകരുത്. ശ്രീലങ്കൻ പുലികളും സിഖ് തീവ്രവാദികളും ജസ്റ്റ് ആയുധങ്ങൾ മാത്രമായിരുന്നു, ആയുധം കൈയാളിയത് പുറത്താണ്. മോഡീനെ സംരക്ഷിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മോഡിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ ഒടുക്കത്തെ വർഗീയ കലഹം ഉണ്ടാകും, ആരെങ്കിലും പിടിച്ചാൽ കിട്ടില്ല. രണ്ട്, മോഡിക്ക് എന്താ സംഭവിച്ചാൽ മോഡീനെ പോലത്തെ നേതാവിന് അടുത്ത കാലത്തും കിട്ടാൻ സാധ്യതയില്ല. ഇത് രണ്ടും രാജ്യത്തെ വീക്കം ചെയ്യും. രണ്ട് വർഗീയ കലാപം ഉണ്ടാകുമ്പോൾ ഇവർ ഉപരോധം കൊണ്ടുവരും. നമ്മളെപ്പോഴും ശ്രമിക്കേണ്ടത് ഉപരോധം കൊണ്ടുവരാനുള്ള വഴികൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കല് പടിഞ്ഞാറൻ ശക്തികൾക്ക്. കാരണം അവർ ഉപരോധത്തിലൂടെയാണ് തകർക്കുക, അല്ല നേരിട്ട് യുദ്ധമല്ല. ഉപരോധത്തിലെ കഷ്ടപ്പെട്ട് രാജ്യത്തെ കൊണ്ട് നമ്മുടെ ഗവൺമെൻറ് എതിരാക്കി മാറ്റും. പട്ടിണിടക്കം നമുക്ക് ഭക്ഷണം തന്നിട്ട് നമ്മളെ ഹയർ ചെയ്തിട്ട് അവർ നമ്മളെ നശിപ്പിക്കും. മനസ്സിലായോ? അതാണ് അവർ ചെയ്യുക. അപ്പോൾ അതിനുള്ള ഈ സദ്ദാം ഹുസൈനും ടിപ്പു സുൽത്താനൊക്കെ പറ്റിയ അവധതാണ്. സാഹചര്യം വായിക്കുന്നതിന് അവർ പരാജയപ്പെട്ടു, ശത്രുവിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. അങ്ങനെ പരാജയപ്പെടരുത്, അത് വളരെ ഇമ്പോർട്ടൻ്റ്. ഒപ്പം നമ്മളെ ഡയസ്പോറനെ ഉപയോഗിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള കൗണ്ടർ ഇൻ്റലിജൻസും ചെയ്യണം. അപ്പം ലോബിയിങ് ചെയ്യണം. ഹിന്ദു ഡയസ്പോറ വളരെ സ്ട്രോങ് ആണ്, പക്ഷേ തമിഴ് ഡയസ്പോറ നമ്മളെ അകന്ന് നിൽക്കുകയാണ്. അവരെ നമ്മളെ മുഖ്യധാരയുടെ ഭാഗമായി കൊണ്ടുവരണം. അതിൽ ഇന്ത്യയിൽ നിന്നുള്ള മുസ്ലിം ഡയസ്പോറയും വലിയ രീതിയിൽ അങ്ങനെ പ്രോ ഇന്ത്യൻ അല്ല. എന്നുവെച്ചാൽ ഡയസ്പോറ എന്ന് വെച്ചാൽ നമ്മളെ ഈ പറയുന്നതല്ലോ, ഇപ്പം ഗൾഫിലുള്ള നിങ്ങളെപ്പോലുള്ള ആളുകളല്ല, എക്സ്പാട്രിയേറ്റ് ആളുകളാണ്. ഡയസ്പോറ പല ജനറേഷൻ പുറത്ത് സുഷക്കിൻ്റെയൊക്കെ കുടുംബം പോലുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇവർ പലരും ഇപ്പോൾ മോഡിയൊക്കെ വന്നതിന് ശേഷം ഇന്ത്യക്ക് എതിരാക്കി ഇവർ മാറ്റിയിട്ടുണ്ട്. ഇവരെയും കൂടി നമ്മളെ ഭാഗമായി കിട്ടണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻ്റർനാഷണലി നമ്മൾ ആ പ്രഷർ, ജൂതന്മാർ ചെയ്യുന്ന ആ പ്രഷർ ടാക്ടിക്സ് നമ്മൾ കളിക്കണം. പിന്നെ നമ്മളെ വ്യവസായികളെ ശക്തിപ്പെടുത്തണം. കാരണം ജൂതന്മാരുടെ ശക്തി അവരുടെ വ്യവസായം പൈസയാണ്, അത് നമുക്കും വേണം. അങ്ങനെ വളരെ സൂക്ഷിച്ച് മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമുക്ക് റിസ്ക് എടുക്കാനേ പറ്റില്ല. നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞ ഒരു വിഷയമുണ്ട്, അതായത് മുസ്ലിങ്ങളിലെ ചില ന്യൂനപക്ഷം വളരെ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ളവർ മുസ്ലിങ്ങൾക്ക് തന്നെ ഭീഷണിയാവുന്നുണ്ട്. അവർ തന്നെ പ്രവാചകനെതിരല്ലേ? ഞങ്ങളെ വിശ്വാസം, അത് വിശ്വാസം മാത്രം, ചരിത്രം ഞാൻ പറയുന്നില്ല. ചരിത്രം എന്ന് വെച്ചാൽ നമ്മൾ 9ാം നൂറ്റാണ്ടിലേക്കാണ് മുസ്ലിംസ് കേരളത്തിലുള്ളത്. ഞങ്ങളുടെ വിശ്വാസം പ്രവാചകൻ്റെ സമയത്ത് ഞങ്ങളിവിടെ ഉണ്ട്. ഇവിടെ ഉള്ള രാജാവ് മതമായി ഇസ്ലാമായി എന്നുള്ളത് ഞാനത് വിശ്വസിക്കുന്നില്ല കേട്ടോ. ചരിത്രപരമായിട്ട് അതും സെൻറ്റ് തോമസിൻ്റെ ഒക്കെ കഥകളാണ്. ഇനി അത് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പം പ്രവാചകന് ഇവിടുത്തെ മുസ്ലിംസ് ഇങ്ങനെ ദേശീയവാദികളായി ജീവിക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. മാത്രമല്ല ഇന്ത്യയിലൊക്കെ പ്രവാചകൻ വളരെ ബഹുമാനത്തോടു കൂടി കണ്ടത്, അറബികൾ ജീവിച്ചു തന്നെ ഇന്ത്യ ഉള്ളതുകൊണ്ടാണ്. അവിടെയാണ് പറയുന്നത് പ്രവാചകൻ്റെ കാലത്ത് ഇസ്ലാമിലേക്ക് നിങ്ങൾ തിരിച്ചു പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ്റെ ഭ്രാന്തൻ ബുദ്ധിയിൽ വന്ന സാധനങ്ങളാണ് ചിലർ വരുന്നത്. അവരെ തള്ളിക്കളയാന്നുള്ളതാണ് ഇസ്ലാമിനെ സ്നേഹിക്കുന്നുണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അല്ല, പ്രവാചകൻ ഇവിടെ ഇസ്ലാമവൽക്കരിക്കാൻ ശ്രമിച്ചില്ല. ഇവിടെ വിശ്വാസികൾ ഉണ്ടായിക്കോട്ടെ, നമ്മളെ വിശ്വാസം ഫോളോ ചെയ്യട്ടെ, ഹിന്ദുക്കൾ അവരുടെ വിശ്വാസം ഫോളോ ചെയ്യട്ടെ. ഹിന്ദു രാജ്യമാണ്, അത് ആ ഹിന്ദുക്കളുടെ അണ്ടറിൽ അവർ ജീവിച്ചോട്ടെ എന്ന് പ്രവാചകൻ പറഞ്ഞുള്ളൂ. അല്ല, ഇവിടെ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, ഇത്തരത്തിലുള്ള ശക്തികളുടെ ഇൻഫ്ലുവൻസ് നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടു, അവിടെ തകർത്തു. വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയിലാണ് ആ രാജ്യം. അല്ല, ഇങ്ങനെയുള്ളവന്മാരാണ് ഇസ്ലാമിൽ എല്ലാ സമയത്തും തകർത്തിട്ടുള്ളത്. ഈ ബ്രിട്ടീഷുകാരായി നിന്ന് കാശ് മേടിച്ചിട്ട് മിർ ഖാസിം അവിടുത്തെ ബംഗാൾ നവാബിനെതിരെ കൂടെയുള്ള മുസ്ലിംസും ഹിന്ദുസും ആണ് പണി കൊടുത്തത്. മനസ്സിലായേ? അതുപോലെ തന്നെ ടിപ്പു സുൽത്താനും കൂടെ ഉള്ളവനാണ് പണി കൊടുത്തത്. അങ്ങനെ നിങ്ങൾ ഇവിടെ തുർക്കിയിലെ സുൽത്താന് പണി കൊടുത്ത മക്കയിലെ ഷെരീഫാണ് ബ്രിട്ടീഷുകാരോട് കാശ് മേടിച്ചിട്ട്. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ കൂടുതലുള്ള ഒറ്റുകാരാണ് എല്ലാ മഹാന്മാരെയും ചതിച്ചിട്ടുള്ളത്. എല്ലാ മതത്തിലുള്ള ആളുകൾ, ജൂദാസിനാണല്ലോ ജീസസിനെ ചതിച്ചിട്ടുള്ളത്. അതുപോലെ പൃഥ്വിരാജിനെ ചതിച്ചിട്ടുള്ള അങ്ങയുടെ അമ്മായിയപ്പനാണ്, ഹിന്ദു രാജാവാണ്. ടിപ്പു സുൽത്താനെ കേരളത്തിലേക്ക് വിളിച്ചത് കോമ്പി അച്ചന്നേറ്റാൻ പറഞ്ഞ പാലക്കാട്ടൊരു ഹിന്ദു നാടുവായിയാണ്. ഇങ്ങനെയുള്ള ആളുകളെ സൂക്ഷിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരാണ് ചതിക്കുക. ഇസ്ലാമിനെ ഇത്രയും കാലം ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു ദയനീയമായ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് അന്ന് അറിയപ്പെട്ടിരുന്ന ലോകം ഭരിച്ചിരുന്ന വലിയ ശക്തികളാണ് മധ്യകാലഘട്ടത്തിൽ. കൊണ്ടുവന്നത് ഈ ഒറ്റുകാരാണ്. ഈ ഒറ്റുകാർ വലിയ മതസ്നേഹികളായിട്ടാണ് വരിക. ഇവർ മതത്തെ പിന്നോട്ട് അടിയായിരിക്കുക. അല്ല, ഇതിപ്പോൾ നമ്മുടെ രാജ്യത്തെ പൊളിറ്റിക്സിലേക്ക് പോലും ഇത് കടന്നു കയറുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടെന്നാണ് തോന്നുന്നത്. കേരളത്തിലേക്ക് പോലും അത്തരത്തിൽ ഉണ്ട്. കേരളമാണ് ഇപ്പോൾ ഇതിൻ്റെ വിളനിലം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉത്തരേന്ത്യയിലൊക്കെ മുസ്ലിം ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട് പൊതുവേ അബണ്ടൻ്റാണ്. രണ്ട്, നമ്മൾ ഒരുപാട് ഗൾഫ് പ്രവാസികളുണ്ട്. അവർ നല്ല രീതിയിൽ റവന്യൂ ഉണ്ടാക്കുന്നുണ്ട്. ഉത്തരേന്ത്യയിലുണ്ട്. പക്ഷേ ഇവിടെ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാവുന്ന മത നേതൃത്വവും ലീഡർഷിപ്പും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടാകുന്നില്ല. അപ്പോഴാണ് പലസ്തീനിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. പലസ്തീനെതിരെ പലസ്തീന് വേണ്ടി കേരളത്തിൽ
പ്രശ്നം ഉണ്ടാക്കുക. അതായത് അവിടെ ഒരു എന്താണ് വളരെ വൾണറബിളായിട്ടുള്ള ഫ്രജൈലായിട്ടുള്ള ഇക്കോളജിക്കൽ പാർക്കിലേക്കൊക്കെ പ്രകടനം നടത്തുക. എന്തിനു വേണ്ടിയിട്ട്? അതുപോലെ തന്നെ അമേരിക്കയുടെ ആളുകളാണ് RSS എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ RSSൻ്റെ പേരിൽ ഹിന്ദുക്കൾക്കെതിരെ ഒരു ബോധം ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് മറ്റു മതങ്ങളെ സ്നേഹസമ്പാദം എന്ന് വിളിച്ചുകൊണ്ട് വന്ന് നാണം കെടുത്തുക, അവർ തിരിച്ചു മാന്തുക. ഈ സെബാസ്റ്റ്യൻ പുന്നക്കൽ ആണല്ലോ ഇപ്പോൾ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരാൾ. സെബാസ്റ്റ്യൻ പുന്നക്കലിനെ ഉണ്ടാക്കിയതാരാ? MM അക്ബറാണ്. ക്രിസ്ത്യാനികളെന്ന് കൊണ്ടു ഇതിൻ്റെ വല്ല ആവശ്യവനുണ്ടോ? ഞാൻ സെബാസ്റ്റ്യൻ പുന്നക്കലിനെ കുറ്റം പറയാത്തതുകൊണ്ട്, കാരണം ഇയാൾ ഉണ്ടാക്കിയത് ഇവന്മാരാണ്. ഇവിടെയുള്ള ഇവാഞ്ചലിസ്റ്റുകൾ വലിയ രീതിയിൽ പ്രശ്നക്കാരായിരുന്നില്ല, ഇവരുണ്ടാക്കിയത് ഇവന്മാരാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഹിന്ദുക്കളെ വന്ന് മറ്റേ ഈ പിന്നെ സൈബർ സ്പേസിൽ തോണ്ടുക, ഹിന്ദു പേരുള്ള ക്രിസ്ത്യൻ പേരുള്ള നടന്മാരെ കലാകാരന്മാരെയൊക്കെ അപമാനിക്കുന്ന രീതിയിൽ അവരെ പ്രൊപ്പഗാൻഡ നടത്തുക. തിരിച്ച് മുസ്ലിം പേരുള്ള നടന്മാരെയും കലാകാരന്മാരെ അപമാനിക്കുന്ന മറ്റുള്ളവർ പിന്നെ പ്രൊപ്പഗാൻഡ നടത്തുക. അപ്പം പൃഥ്വിരാജിനെതിരെ 1-2 മുസ്ലിം സ്വഭാവമുള്ള സിനിമകൾ ചെയ്തു അദ്ദേഹത്തിനെതിരെ ഇവർ തുടങ്ങി വെച്ചാണ് തിരിച്ച് മറ്റൊരു പണി തുടങ്ങി. അങ്ങനെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കേരളത്തിൽ എത്തിക്കുന്നതിൽ ഈ പോസ്റ്റ് 90 ജനറേഷന് വലിയൊരു പങ്കുണ്ട്. അത് പല രാഷ്ട്രീയ പാർട്ടികളെയും പിടിച്ചടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവരെ ഫണ്ട് പല രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. അവർ ചില പോക്കറ്റുകളിൽ സ്വാധീനമുള്ളതുകൊണ്ട് സത്യത്തിൽ അവർക്കല്ല സ്വാധീനം, ഇവിടെ സ്വസ്ഥമായി ജീവിച്ചു പോകണമെന്ന് ചോദിക്കുന്ന വിശ്വാസികളാണ്. പക്ഷേ ഇവരുടെ പണവും ഇവരുടെ ഇഫ്താർ പാർട്ടിയിലെ സദ്യയും കണ്ട് പലരും കണ്ണ് മഞ്ഞളിച്ച് പോയിട്ടുണ്ട്. ഇത് മറ്റുള്ളവർ വളരെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ഈ ഇവാഞ്ചലിസ്റ്റുകളും മുസ്ലിം വിരുദ്ധ ലോബിയും. ഈവൻ എന്നും വളരെ പക്വതയോടുകൂടി മുന്നോട്ട് പോയിട്ടുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് പോലും. നമുക്കത് വളരെ അഭിമാനത്തോടുകൂടി ഞാൻ പലപ്പോഴും പല വേദികളിലും സംസാരിച്ചിട്ടുള്ളതുമാണ്. ഈ മറ്റ് രാജ്യത്തിന് പുറത്ത് പോലും അവരുടെ രാജ്യത്തിന് പുറത്തെ അവരുടെ സംഘടനകൾ KMCC ആണെങ്കിൽ തന്നെ വളരെ മികച്ച രീതിയിൽ പോകുന്നു. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തായി നോക്കുമ്പോൾ അവരുടെ തന്നെ പ്രബലരായിട്ടുള്ള നേതാക്കളിൽ ചിലരൊക്കെ സംസാരിക്കുന്നത് തുറന്ന് മതം പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രകോപനപരമായ സംഭാഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതും ഇത്തരത്തിലുള്ള ശക്തികളുടെ സ്വാധീനമായിരിക്കാം. അല്ല, പതുക്കെ ഈ പറയുന്നതിൻ്റെ മാതിരി ഇസ്ലാമിസ്റ്റുകൾ മുസ്ലിം ലീഗിനുള്ള നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, ഞാൻ നിങ്ങളീ പറഞ്ഞ പോലെ തന്നെ മുസ്ലിം ലീഗ് നല്ല രീതിയിൽ കണ്ട ഒരാളാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു. അതെ, അദ്ദേഹത്തിന് ഈ അറിയാം പാകിസ്ഥാന് വേണ്ടി വാദിച്ചിട്ട് അവസാനം പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾക്ക് എന്ത് സംഭവിച്ചു. ഇവിടെ പെട്ടുപോയ മാപ്പിളസ്ഥാന് വേണ്ടി വാദിച്ച ബാക്കി മുസ്ലിങ്ങൾക്ക് പട്ടീൻ്റെ വില പോലും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് തിരിച്ച് കയറി വന്നാണ് കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹായത്തോടെ തിരിച്ച് കയറി വന്നാണ്. പക്ഷേ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ വലിയ ഡയലോഗ് അടിക്കുന്ന ഈ നേതാക്കന്മാർക്കൊന്നും ഈ ബാക്ക്ഗ്രൗണ്ട് മര്യാദയ്ക്ക് അറിയില്ല. അവർ കേരളത്തിൽ നോക്കുമ്പോൾ എന്താണ്, ഹിന്ദുക്കൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു, ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരെ സപ്പോർട്ട് ചെയ്യുന്നു, നമുക്ക് സമ്പത്തുണ്ട്, അതുകൊണ്ട് ഇനി ലോക മുസ്ലിമിൻ്റെ നേതൃത്വം നമുക്കങ്ങ് ഏറ്റെടുക്കാം എന്നവർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവിടെയാണ് പ്രശ്നം. ഉള്ള നേതൃത്വം കൂടി ഇപ്പോൾ ഇല്ലാതാവും. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ എന്തുകൊണ്ട് മുസ്ലിംസും ക്രിസ്ത്യൻസും സേഫായി നിൽക്കുന്നു? ഹിന്ദുക്കൾ സെക്കുലർ ആയതുകൊണ്ടാണ്. ഹിന്ദുക്കൾ ബേസിക്കലി എന്താണ്, ഈഴവന്മാർ നല്ലൊരു പങ്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ്, അതുപോലെ നായന്മാരിൽ നല്ലൊരു പങ്കും കോൺഗ്രസ്സിലാണ്. ഇവർക്ക് ഈ രണ്ട് പാർട്ടിയിൽ നിൽക്കേണ്ട ഒരാവശ്യമില്ല, ഇവരെ കാര്യം BJP നോക്കിയുള്ളൂ. ഇവരെന്തുകൊണ്ട് നിൽക്കുന്നു? അവർ നിൽക്കുന്നത് വെച്ചാൽ അവർ ബേസിക്കലി അവർ സെക്കുലറാണ്. നമ്മുടെ ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളാണ് നല്ല പങ്ക് ലീഗിലോ അല്ലെ SDPയിലോ ആയിരിക്കും, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ നല്ല പങ്ക് ഒന്നീ കേരള കോൺഗ്രസ്സിലായിരിക്കും, അല്ലെങ്കിൽ കോൺഗ്രസ് കുറച്ചുകൂടി സെൻട്രൽ ആവുമ്പോൾ കേരള കോൺഗ്രസ് വിഭാഗം കാണിക്കുന്നുണ്ട്, അതായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഹിന്ദു മാത്രമാണ് ഈ റിസ്ക് എടുക്കുന്നത്. ഈ റിസ്ക് എടുക്കുന്നത് ഹിന്ദുവിന് പ്രത്യേകിച്ച് ലാഭം ഉണ്ടെന്ന് വെച്ചാൽ ലാഭമില്ല, ഹിന്ദുവിന് നഷ്ടമാണ്. കാരണം ഈ ക്രിസ്ത്യാനിക്ക് മുസ്ലിം കൊടുക്കുന്നത് ഈ നായർക്ക് കൊടുത്താൽ പോരെ. അപ്പോൾ എടുക്കുന്ന അവരുടെ പാരമ്പര്യമാണത്, അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അല്ലാതെ കുറച്ച് ഹിന്ദുക്കളെക്കാട്ടും കുറച്ച് കാശും കയ്യിലുണ്ട്, കുറച്ച് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ പിന്നെ ഒരു സ്വാധീനം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അധികം കയറി കളിച്ച അവസാനം ഹിന്ദുക്കളുടെ മനസ്സുമാവും. ഹിന്ദുക്കളുടെ മനസ്സുമാകാൻ എന്ത് സംഭവിക്കുമെന്ന് പല പാഠങ്ങളും ഇന്ത്യയിൽ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ആളുകൾ മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. അതായത് ചെറിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടാക്കി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അതായത് ഇപ്പം സെബാസ്റ്റ്യൻ പുന്നക്കലിനോട് ചെയ്ത പോലെ പോയി ഒരുത്തനാണ് ഈ MM അക്ബറിനെ പോലുള്ള മുജാഹിദുകളാണ്, മുജാഹിദ് ബാലുശ്ശേരിനൊക്കെ പോലുള്ള പോയി തോണ്ടിയിട്ട് മാന്തി പൊളിപ്പിക്കുന്ന പണി ഉണ്ടാക്കി വെക്കുക. ഈ ഗുജറാത്തിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ മാന്തി പൊളിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഒരാൾക്കും ഇത് ഒരു മാസ് ഹിസ്റ്റീരിയ ബാധിച്ചാൽ പിന്നെ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇവിടെ മാസ് ഹിസ്റ്റീരിയ ബാധിച്ചതിൻ്റെ ഫലം ഇപ്പം സോഷ്യൽ മീഡിയയിൽ മുസ്ലിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ പൃഥ്വിരാജ് കുറേ മുസ്ലിം സ്വഭാവമുള്ള ക്യാരക്ടർ ചെയ്തതിൻ്റെ പുറത്ത് അങ്ങനെ സിനിമ നല്ലതായും ചീത്തയായാലും അങ്ങനെ വേട്ടയെടുക്കൊണ്ടിരിക്കും. ഇപ്പോൾ വിലായത്ത് ബുദ്ധ സിനിമ ഞാൻ കണ്ടില്ല, എന്താ എനിക്കറിയില്ല. പക്ഷേ പൃഥ്വിരാജിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു വിഭാഗം കൊണ്ട് ഇറങ്ങുകയാണ്. അതുപോലെ തന്നെ മറ്റേ അബീൻ്റെ മോൻ, അവൻ്റെ പേര് കേൾക്കുമ്പോഴേക്ക് ഒരു വിഭാഗം കൊണ്ട് ഇറങ്ങുകയാണ്. തിരിച്ചുകൊണ്ട് ഉണ്ണിമൂന്നൻ്റെ പേര് കേൾക്കുമ്പോഴേക്ക് വേറൊരു വിഭാഗം ഇറങ്ങുകയാണ്. ഇതൊരു വല്ലാത്തൊരവസ്ഥയാണ്. ഇതിപ്പോൾ സൈബർ സ്പേസിലേ ഉള്ളൂ. ഈ രീതിയിൽ ന്യൂനപക്ഷങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ അത് ഇവിടുത്തെ സോഷ്യൽ റിയാലിറ്റി ആയി മാറും. പിന്നെ ആനന്ദ് പറഞ്ഞ പോലെ എഴുത്തുകാരൻ ആനന്ദ് പറഞ്ഞിട്ടുണ്ട്,
ഉത്തരേന്ത്യയിൽ ഈ വർഗീയത എന്ന് വെച്ചാൽ അതൊരു വൈകാരികമായ കാര്യമാണ്. 2 ദിവസം കഴിയുമ്പോൾ ആക്കും. ഇവിടെ അത് ഇൻ്റലക്ച്വലാണ്. വന്നാൽ അത്ര എളുപ്പം പോവില്ല. നമ്മുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ സാമൂഹ്യ രംഗമൊക്കെ തന്നെ വളരെ 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 ഒരു ചലഞ്ചിങ് സിറ്റുവേഷനിലൂടെ കടന്നു പോകണമെന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം. ഈ രാജ്യം നേരിടുന്ന വെല്ലുവിളി അത്രയും ഭീകരമാണല്ലേ. അവർ ഈ രാജ്യത്തിന് പുറത്തിരുന്നു കൊണ്ട് നമുക്കെതിരെ ഏതൊക്കെ ആയുധം ഉപയോഗിച്ച് പൊരുതാമോ, ഇന്ത്യയെ തകർക്കാൻ വേണ്ടി, തളർത്താൻ വേണ്ടി, അതെല്ലാം അവർ പ്രയോഗിക്കുന്നുണ്ട്. ചരിത്രത്തിൽ ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളാണ് നമ്മൾ കടന്നു പോകുന്നത്. മധ്യകാലഘട്ടത്തിൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് നിൽക്കുക, നമ്മളെ തകർക്കാൻ ശേഷിയുള്ള പോലീസും പുറത്തുണ്ടായിരുന്നില്ല. അവരിവിടെ വരികയും ഇവിടെ രാജവംശം സ്ഥാപിക്കുകയും ഇവിടെ താമസിക്കുകയും ചെയ്തതാണ്. ആധുനിക കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ കാര്യം എന്ന് വെച്ചാൽ എവിടെ ഇരുന്നു കൊണ്ടും ആരെയും ആക്രമിക്കാൻ ശേഷിയോ ആയുധശക്തിയുള്ള രാജ്യം അമേരിക്ക പോലെ ഉണ്ട്. പക്ഷേ എങ്കിലും ലിമിറ്റേഷൻ ഉണ്ട്. അഫ്ഗാനിസ്ഥാനിലൊന്നും അവർക്ക് അവരുടെ അജണ്ട നടപ്പിലാക്കാൻ പറ്റില്ല. ആ ലിമിറ്റേഷൻ അവർ മതിയാക്കി ഇൻറ്റേർണലായിട്ടുള്ള അവരുടെ മിത്രങ്ങളെ, നമ്മുടെ ശത്രുക്കളെ സൃഷ്ടിച്ചുകൊണ്ടാണ്. അതിനാണ് ഈ ഫണ്ടിങ് കാര്യങ്ങളും വരുന്നത്. അപ്പം അത് നമുക്ക് വലിയൊരു ഭീഷണിയാണ്. കാരണം 2 ഉപരോധം വന്നു കഴിഞ്ഞ് ഇവിടെ കട്ടിപ്പാട് രാജ്യം വന്നു കഴിഞ്ഞിട്ട് ഇവരുടെ ഇൻറ്റേർണലായിട്ടുള്ള ഇവരുടെ സുഹൃത്തുക്കളെ ഇവരെ ഇളക്കി വിട്ട് കഴിഞ്ഞാൽ, അത് മുസ്ലിങ്ങളുണ്ടാകും, ക്രിസ്ത്യാനികളുണ്ടാകും, ഒരു കൂട്ടം ഹിന്ദുക്കളും ഉണ്ടാവും. ഇളക്കി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഭിന്നാക്കാൻ പറ്റും. ഭിന്നാക്കാൻ പറ്റിയ എല്ലാ സാഹചര്യം ഇവിടെ ഉണ്ട്. തമിഴൻ ഒരു ദേശീയതയാണ്, മലയാളി എന്ത് ദേശീയത എനിക്കറിയില്ല, തെലുങ്കൻ വേറെ ദേശീയതയാണ്. ഓരോ ഭാഷകളൊക്കെ വ്യത്യാസമുണ്ട്. അതിലൊക്കെ ദേശീയതകൾ ഉണ്ടാക്കാൻ പറ്റും. ഇതിനെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന സാംസ്കാരികമായ ധാരയുടെ പുറത്താണ് നമ്മുടെ രാജ്യം നിന്നു പോകുന്നത്. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യിക്കാൻ എളുപ്പമാണ്. ദാരിദ്ര്യം കഷ്ടപ്പാടും വന്നാൽ മതി. അപ്പോൾ അങ്ങനെ ഉപരോധം ഉണ്ടാകുമ്പോൾ, കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ മൈനോറിറ്റീനെ അടിച്ചമർത്തി ഉപരോധം ഉണ്ടാക്കാം. യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ യുദ്ധത്തിന് കാരണമായി തോന്നുന്ന ഉപരോധങ്ങൾ ഉണ്ടാക്കാം. ആണവ പരീക്ഷണങ്ങൾ കൂടുതൽ നടത്തിയ ഉപരോധങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രമേ നമ്മൾ ഇനി മുന്നോട്ട് പോകാം. നമ്മൾ എന്താണ് നമ്മൾ അസേർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഇത്രയും കാലം മുസ്ലിം ക്രിസ്ത്യൻ അക്രമകാരികൾ, ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ഇവിടെ കച്ചവടത്തിന് വന്ന ആളുകളല്ല, ആയുധം കൊണ്ട് നമ്മൾ കീഴടക്കാൻ വന്ന ആളുകൾ വിചാരിച്ച് നമ്മളെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല, കീഴടക്കാൻ പറ്റിയിട്ടില്ല. നമ്മളായി തന്നെ നിന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അതല്ല. ഇപ്പോൾ അവർക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മളെ കൊണ്ടൊക്കെ മൊബൈൽ ഫോൺ ശീലമാക്കിപ്പിച്ചു, ഇൻ്റർനെറ്റ് ശീലമാക്കിപ്പിച്ചു, ഫേസ്ബുക്കും വാട്സപ്പും ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കി വെച്ചു. ഇത് ഉപയോഗിച്ച് അവർക്ക് നമ്മളെ ബ്രെയിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആയുധം തോൽക്കുന്നിടത്ത് അവിടെ അവർക്ക് ജയിക്കാൻ പറ്റും. സോ വി ഷുഡ് ബി വെരി വിജിലൻറ്റ്. യെസ്, തീർച്ചയായിട്ടും. അപ്പോൾ പ്രത്യേകിച്ച് ഈ തെക്കേ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. തമിഴ്നാട്ടിലേക്കാണെങ്കിൽ എൻറ്റയർലി ഡിഫറൻ്റ് ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. തമിഴ്നാട് പൊളിറ്റിക്സ് തീർച്ചയായിട്ടും അവിടെയും മാറ്റത്തിൻ്റെ അലയൊലികൾ കാണുന്നുണ്ടോ? വിജയ്ക്ക് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമോ എന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ട്. അത് കാരണം രാജ്യം 4 പാടും നമ്മൾ നോക്കേണ്ടതുണ്ട്. രാജ്യത്തിൻ്റെ ഇന്ത്യയിൽ സെപ്പറേറ്റിസത്തിൻ്റെ തുടക്കം തമിഴ്നാട്ടിൽ നിന്നാണ്. അത് പിന്നെ ദേശീയ മുഖ്യധാരയുടെ ഭാഗമായിട്ട് അണ്ണാദുരയുടെ സമയം തൊട്ട് പോയി എന്നുള്ളതേ ഉള്ളൂ. അവിടെ വളരെ ശക്തമായ ആൻറ്റി ഇന്ത്യനിസം ഉണ്ട് അവിടെ. വിജയുടെ ഒരു കാര്യം, വിജയ് വന്ന സമയത്ത് എനിക്ക് വിജയിനെ താല്പര്യം ഉണ്ടായിരുന്നു. വിജയ് എനിക്ക് ഇഷ്ടം. അതിന് കറപ്റ്റഡ് ഒന്നല്ല, അവിടെ ബാക്കി എല്ലാവരും കറപ്റ്റഡാണ്. പക്ഷേ അയാളൊരു കൺവേർഷൻ മാഫിയുടെ ആളാന്നുള്ള ഫീൽ എനിക്കുണ്ടായിരുന്നു. കാരണം അയാൾ ഈ ജോസഫ് എന്നുള്ള ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വിജയ് എന്ന് പറഞ്ഞിട്ട് അയാളെ വിളിച്ചത്. മമ്മൂക്ക വന്നിട്ട് മുഹമ്മദ് കുട്ടി എന്ന് പറയുന്നില്ലല്ലോ, മമ്മൂട്ടി എന്നല്ലേ പറയുന്നുള്ളൂ. അതുപോലെ നിന്നാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ അയാൾക്കെതിരെ അവിടെയുള്ള ക്ഷുദ്രശക്തികളെല്ലാം അയാളെ പെടുത്തുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. കാരണം ആ സെന്തിൽ ബാലാജി ഉണ്ടാക്കിയതാണ് കഴിഞ്ഞ ദിവസത്തെ പരിപാടി, ആ ഒരു തിക്കും തിരക്കും. പക്ഷേ അത് വിജയ് ഹാൻഡിൽ ചെയ്യുന്ന വിജയ് പരാജയപ്പെട്ടു. പക്ഷെ അതോടുകൂടി എനിക്ക് വിജയ് ഒരു പാഠം പഠിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്താണ് ശരിയായ ശത്രുക്കൾ ആരാന്ന് വിജയ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ വിജയും അണ്ണാമലയും കൂടി ഒരു ഏതെങ്കിലും രീതിയിലുള്ള നല്ല ബന്ധം വന്നാൽ അത് തമിഴ്നാടിന് ഗുണമാണ്, രാജ്യത്തിന് ഗുണമാണ്. പഴയ വിജയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, പിന്നെ ഉപദേശകർ അത്ര ശരിയായിരുന്നില്ല. വിജയുടെ പ്രസംഗത്തിൽ തന്നെ കാണാൻ പറ്റും. ഇപ്പം വിജയ്ക്ക് ആ ഒരു മാറ്റം, ശരിയായ ശത്രു വിജയ് റിയലൈസ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ പെർഫോമൻസ് കണ്ടിട്ട്. എന്തായാലും നമ്മുടെ രാജ്യത്ത് വിഘടിപ്പിക്കുന്ന ശക്തികൾ, വിഘടനവാദികൾ, അത് എവിടെയുണ്ടെങ്കിലും അത് അപകടമാണ്. കേരളത്തിൽ ഭിന്നിപ്പിക്കുന്ന ശക്തികൾ വളരെ ശക്തമായ ഇടപെടൽ നടത്താൻ പലപ്പോഴും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ അലാമിംഗ് ആയിട്ടുള്ള കാര്യമാണ്, ജാഗ്രത പുലർത്തേണ്ട ഒരു വിഷയമാണ്. നമ്മൾ രാജ്യത്തിൻ്റെ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളിയുടെ ഒരു വശം പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ ചർച്ചയിൽ ഫക്രുദ്ദീൻ പറഞ്ഞു വയ്ക്കുന്നത്, നമ്മൾ ശക്തമായ വളർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ ശത്രുക്കൾ അത് സഹിക്കാൻ സാധിക്കാതെ അവർ നമ്മെ ആക്രമിക്കുകയാണ്. രാജ്യത്തിന് പുറത്തും നിന്നും അകത്തു നിന്നും ആക്രമിക്കുന്നു എന്നുള്ള ഏറ്റവും ഹീനമായിട്ടുള്ള ഒരു പ്രവൃത്തിയിലേക്ക് അവർ കടന്നിരിക്കുന്നു. അതിന് പിന്നിൽ അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുരക്ഷ സംബന്ധിച്ചാണ്. കാരണം അത്തരത്തിലൊരു നേതാവിനെ ഇനി സമീപഭാവിയിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യം തന്നെയായിരിക്കും. എങ്കിലും വളരെ ശക്തമായ ഒരു തിങ്ക് ടാങ്കുള്ള RSS അത്ര പെട്ടെന്ന് ഈ സംവിധാനം തകരുവാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ്.
മറ്റൊന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഇവിടെ നമ്മുടെ രാജ്യത്തിനകത്ത് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമുണ്ട് എന്നുണ്ടെങ്കിൽ ആർക്കും നമുക്ക് കീഴടക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടിയാകട്ടെ നമ്മുടെ രാജ്യത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കേണ്ടത്. കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധാരണക്കാരുമായുള്ള അടുത്ത ബന്ധമുണ്ട്, അവർക്ക് അവരെ സ്വാധീനിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ വിഘടിപ്പിക്കുന്ന തന്ത്രം അവർ പയറ്റാതിരിക്കട്ടെ, ഒന്നിപ്പിക്കുന്ന തന്ത്രത്തിലേക്ക് അവർക്ക് പോകാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ എതിർ ചേരിയിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാൻ, കുറേ കൂടി അവരെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുവാൻ രാജ്യം ഭരിക്കുന്നവർക്കും സാധിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. എന്തായാലും ശക്തമായി മുന്നോട്ട് പോകുന്ന രാജ്യം ഇപ്പോൾ അതീവ സങ്കീർണമായ വെല്ലുവിളികൾ നിറഞ്ഞൊരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യമെന്നും നമ്മളിന്നിവിടെ സംസാരിക്കുകയുണ്ടായി. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.